ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ അനിഫി മിസ് എത്തിയിരിക്കുന്നു. നമ്മൾ ഒരു നവംബർ ഡിസംബർ കാലഘട്ടത്തിലെ ഡിസംബറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മൾ ടൂർ പോകുന്നു, എക്സാം ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ടൂറൊക്കെ പോകും, പലയിടത്തും യാത്രകളൊക്കെ ചെയ്യും. കാരണം ക്രിസ്മസിൻ്റെതും ന്യൂ ഇയറിൻ്റെയും ഒക്കെ വെക്കേഷനൊക്കെ വരുവാണ്. അതിനിടയ്ക്ക് നമ്മൾ ക്രിസ്മസ് എക്സാമും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. യാത്രകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലരെ പറ്റി നമ്മൾ ചിലപ്പോൾ ഓർക്കാറുണ്ട്. ചിലപ്പോൾ ട്രാവൽ വ്ളോഗേഴ്സ് ആവും, ചിലപ്പോൾ ഫുഡ് വ്ളോഗേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വയം ട്രാവൽ ചെയ്ത കാര്യങ്ങളായിരിക്കും. ഡിസംബറിൽ ഏത് ദിവസം, എത്രാമത്തെ ദിവസം, എങ്ങനെ, എവിടൊക്കെ യാത്ര ചെയ്യണം, ആരുടെ കൂടെ ആയിരിക്കണം യാത്ര ചെയ്യുന്നത്. ചിലപ്പോൾ ഇതൊക്കെ നമ്മളൊരു പ്ലാനിങ്ങിലൊക്കെ ഈ മാസങ്ങളിലൂടെ കടന്നു പോയിരിക്കും. ഇതേപോലെ പണ്ട് കാലത്തൊക്കെ, ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ വന്നു, ഇതെങ്ങനെ ഇതായി എന്നൊക്കെ നമ്മൾ ആലോചിക്കാറില്ലേ? അതേപോലെ തന്നെ ഈ യാത്രകളൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത്? ഈ യാത്ര പല മോഡ് ഓഫ് ട്രാവലിംഗ്, ചിലപ്പോൾ സ്കൂട്ടർ ആവും, കാറാവും, ബസ്സാവും. ഈ മോഡ് ഓഫ് ട്രാവലിംഗ് ഒക്കെ എങ്ങനെ വന്നു? എവിടൊക്കെയാണ് ഇതിലൊരു തുടക്കം കുറിച്ചത്? അതിനെക്കുറിച്ച് മിസ് പുതിയൊരു ചാപ്റ്ററായ, നിങ്ങളുടെ ഹിസ്റ്ററിയിലെ 4th ചാപ്റ്ററായ വെൽത്ത് ആൻഡ് നേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ ഈ യാത്രയിൽ ഓരോ വ്യക്തികളും കണ്ട് അവരുടെ ഒരു എക്സ്പീരിയൻസും അവരവിടെ കണ്ട കുറേ വാല്യൂസും മോറൽസും ലൈഫ് സ്റ്റൈലും കസ്റ്റംസും ഇതിനെക്കുറിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടായ ഒരു ബിഹേവിയറൽ ചേഞ്ചും, അവരെങ്ങനെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്തു, അവരെ എങ്ങനെ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്തു, ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ 4th ചാപ്റ്ററിലൂടെ കാണുന്നത്. മിസ് ഇന്ന് എടുക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ എക്സ്പെഡിഷൻ. എന്താണ് ജോഗ്രഫിക്കൽ എക്സ്പെഡിഷൻ? ഭൂമിശാസ്ത്രപരമായ ഗവേഷണങ്ങൾക്ക് ആ ഒരു യാത്ര എങ്ങനെയാണ് അതിന് തുടക്കം കുറിച്ച്, അതിന് ജോഗ്രഫിക്കൽ എക്സ്പെഡിഷൻ എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ്, അതിനെക്കുറിച്ചാണ് മിസ് ഇന്ന് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. വളരെ സിമ്പിളാണ്. MCQ ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം മൈന്യൂട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. മേ ബി ഒരു കൺട്രിയുടെ നെയിം ആയിരിക്കും, അല്ലെ ഏതെങ്കിലും ട്രാവൽ ചെയ്ത എക്സ്പ്ലോറിനെ പറ്റി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് മൈന്യൂട്ട് ആണെങ്കിൽ പോലും നമ്മൾ ഇത്തിരി ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്തിരി ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, സിമ്പിൾ പോർഷനാണ് ഈ ജോഗ്രഫിക്കൽ എക്സ്പെഡിഷനിലൂടെ ത്രൂ ഔട്ട് ഈ സെക്ഷനിൽ മിസ് പറയാൻ പോകുന്നത്. മിസ്സിനോടൊപ്പം തന്നെ വന്നോളൂ. നിങ്ങൾ ഒരു എക്സ്പ്ലോററിൻ്റെ ഒരു പ്ലേസോ കൺട്രിയോ ഒന്നിൻ്റെ നിയമം മറക്കത്തേ ഇല്ല. ഫസ്റ്റ് ഈസ് ജോഗ്രഫിക്കൽ എക്സ്പെഡിഷൻ. അതായത് യാത്രകൾ എങ്ങനെ തുടക്കം കുറിച്ചു, യാത്രകളിലേക്ക് എങ്ങനെ വന്നു. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ ഇരിക്കുന്നു, മിസ് അല്ലെ നിങ്ങളിത് നിങ്ങളുടെ വീട്ടിലെ റൂമിലിരുന്ന് ഇത് കാണുന്നവരായിരിക്കും കൂടുതൽ എന്ന് അസ്യൂം ചെയ്യുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ട്രാവലിലൂടെ ആയിരിക്കും ചിലർ ഇത് കാണുന്നത്. ഇപ്പൊ വീട്ടിൽ ഇരുന്ന് കാണുന്ന ചില മക്കളുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ആ റൂമിനകത്തുനിന്ന് മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അപ്പം നിങ്ങളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ച ചില ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ പോലും, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം കാരണമായിരിക്കും, ചിലപ്പോൾ മീൻ പൊരിച്ച മണമായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മളെ പുറത്തു പോവാൻ, പുറത്തേക്ക് ഇറങ്ങാൻ സാഹചര്യമായി ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ 15ാം നൂറ്റാണ്ടിലും ചില ഇൻഫ്ലുവൻസ് ഉണ്ടായി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തുടങ്ങുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ദ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ട്രാവൽ ജേർണിനെ പറ്റി പറയണം. ഒരു സിംബോളിക് രീതി പറയുന്നുണ്ട്. അലിബാബ ആൻഡ് 40 തീവ്സ് എന്താണെന്ന് സിംബോളിക്കലി പറയുന്നു. അലിബാബ എന്ന് ഉദ്ദേശിച്ചത് യൂറോപ്യൻസിനെയാണ്. അപ്പം യൂറോപ്യൻസ് എങ്ങനെയാണ് ഈ അലിബാബ ആൻഡ് 40 തീവ്സിലേക്ക് എത്തിയെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും. അതിന് തുടക്കം കുറിക്കുന്നത് ഈ 15th സെഞ്ചുറിയാണ്. ഈ ഗവേഷണങ്ങൾ, ഈ ട്രാവലിങ്ങിനൊക്കെ കൂടുതൽ എക്സ്പ്ലോറേഷൻ വന്ന് 15th സെഞ്ചുറിയിലാണ്. ഏത് സെഞ്ചുറിയിലാണ്? 15th സെഞ്ചുറിയിലാണ് ഈ ഒരു എക്സ്പ്ലോറേഷൻ വന്നത്. അങ്ങനെ വന്നപ്പോൾ ജോഗ്രഫിക്കലി കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമല്ലോ. എന്തൊക്കെ നമ്മുടെ നാടിങ്ങനെ നിൽക്കുന്നു, നമ്മൾ നമ്മുടെ വീടിൻ്റെതായ ചുറ്റുപാടുകളിൽ നിൽക്കുന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് അവിടെ ഒരു കുന്നുണ്ടായിരുന്നു, അവിടെയൊക്കെ മലകളുണ്ട്. ഈ മലകൾ കടന്ന് അപ്പുറത്ത് കുറേ വീടുകളുണ്ട്, കുറേ ആളുകളുണ്ട്, അവർക്ക് കുറേ സിസ്റ്റംസ് ഉണ്ട്. ഈ മലയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഉള്ളവരുടെ സിസ്റ്റം അല്ല, മലയ്ക്ക് ഇപ്പുറവും അപ്പുറവും ഒക്കെ. അപ്പം അങ്ങനെ ചേഞ്ചസ് ഉണ്ട്. എങ്ങനെയാണ് ചേഞ്ചസ് എന്ന് ഈ ഒരു ട്രാവലിലൂടെ 15th സെഞ്ചുറി തൊട്ടാണ് നമ്മൾ ഇത്തിലൂടെ അറിയുന്നത്.
ഫസ്റ്റ് ഇതാണ്, എന്തുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ പലർക്കും പല റീസൺസ് ഉണ്ടാവും. ചിലർ ചിലപ്പം നിരാശ കാരണം ട്രാവൽ ചെയ്യും, ചിലർ സന്തോഷം കാരണം ട്രാവൽ ചെയ്യും, ചിലർ ഇതൊന്നുമല്ല ട്രാവലാണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞു പോയവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ 15th സെഞ്ച്വറിയിലും യൂറോപ്യൻസ് ഇടയിലും ചില റീസൺസ് ഉണ്ട്. അതിൽ സിഗ്നിഫിക്കൻറ്റ് 2 റീസൺസ് ആണ്, എന്താണ് 2 സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ആണ് അവരെ ഈ ജോഗ്രഫിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് നയിച്ചത്. ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇവന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോൾ ബൈ തുർക്സ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ്. ഈ കോൺസ്റ്റാന്റിനോൾ എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ അതിരൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന മതിൽ കെട്ടി, 2 വീടുകളാണെങ്കിൽ പോലും നമ്മൾ അതിരൊക്കെ ഇങ്ങനെ മതിൽ കെട്ടി സൂക്ഷിക്കാറുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിൻ്റെയും ഏതിൻ്റെയാണ്, യൂറോപ്പ് ആൻഡ് ഏഷ്യ കോണ്ടിനെന്റിൻ്റെയും ഒരു ഇങ്ങനെ രണ്ടിനെയും യോജിപ്പിക്കുന്ന ഒരു പ്ലേസ് നമുക്ക് പറയാം ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഒരു ഇത്. അവിടെയാണ് ഈ യോജിപ്പിക്കുന്നിടത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഉള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചു, 2 സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ഇതായതുകൊണ്ട് ചില അതിർത്തി തർക്കങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ അവിടെയും വന്നു. അതിനടുത്തുള്ള തുർക്ക് എന്ത് ചെയ്തു, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ബിക്കോസ് ഇറ്റ് ഹാസ് ട്രേഡിങ്. എല്ലാ കൺട്രികളും ഓൾമോസ്റ്റ് യൂറോപ്പിലെ കൺട്രീസും ഏഷ്യയിലെ കൺട്രീസും ട്രാവൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു മോഡായിരുന്നു, ഈ ഒരു സ്ഥലമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ യൂസ് ചെയ്തപ്പോൾ തുർക്കിക്ക് മനസ്സിലായി, നമ്മൾ ഇവിടെ ഒരു അണ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ നേതൃത്വത്തിൽ മറ്റുള്ളവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടാക്സ് ഈടാക്കാം. നമ്മൾ ഈ ടോളൊക്കെ പിരിക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക്, ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് നമ്മൾ പാസ് ചെയ്യാൻ നേരത്തെ ടോള് വാങ്ങത്തില്ലേ, അതേ ഐഡിയ ആയിരുന്നു അന്ന് തുർക്കിക്കാരും ഉണ്ടായത്. അവർക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു, ഇതങ്ങ് ഒബ്സ്ട്രക്റ്റ് ചെയ്തപ്പോൾ യൂറോപ്യൻസിന് അവരുടെ പ്രധാന ട്രാവലിംഗ് പ്രോഡക്ട്സ് ആയ പെപ്പേഴ്സ്, ദാറ്റ് മീൻസ് സ്പൈസസ്, ഗോൾഡ്, അങ്ങനെയുള്ള സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻസ് അവർക്ക് അവിടെ ഒബ്സ്ട്രക്റ്റഡ് ആയി. ദാറ്റ് മീൻസ് അവരുടെ ട്രേഡിൽ ഈ യൂറോപ്പ് ടു ഏഷ്യ ട്രേഡ് ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചു. തീർച്ചയായും ഒരു ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ, ലൈഫിൽ ഒരു ഒബ്സ്ട്രക്ഷൻ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ലോ ആവും, ചിലപ്പോൾ നമ്മൾ എങ്ങനെ മറികടക്കാൻ, പിന്നീട് ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എങ്ങനെ മറികടക്കാൻ ആലോചിക്കും. ചില സമയത്ത് ഭയങ്കര ലോ ആയി പോകും. നമ്മൾ തന്നെ ചിലപ്പം ആരെങ്കിലുമൊക്കെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലവ് ഫെയിലിയർ ഉണ്ടായ എന്തുണ്ടോ, എനിക്കിനി ആരും സെറ്റ് ആവത്തില്ല, ഞാനിനി ജീവിച്ചിട്ട് കാര്യമുണ്ടോ, എല്ലാവർക്കും ഒരു ഭാരമായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ നമ്മുടെ യൂറോപ്യൻസ് ഇങ്ങനൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായപ്പോൾ അങ്ങനെ ചിന്തിച്ചില്ല. നമ്മൾ നിരാശരായിരിക്കരുത്, പകരം മുന്നോട്ട് പോകണം, മറ്റൊരു മാർഗം കണ്ടെത്തണം എന്ന പ്രതീക്ഷയോടെ ഒപ്റ്റിമിസ്റ്റിക് രീതിയിലായിരുന്നു അവരുടെ ചിന്താഗതി. നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. എത്ര പേര് ചിന്തിക്കും, നല്ല ടൈം എടുക്കും എന്നുള്ളവരുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യം ചിന്തിക്കും, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമുക്കൊന്നും സെറ്റ് ആവുന്നില്ല, ആ പേപ്പർ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ആ സബ്ജക്റ്റ് എനിക്ക് അങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, എന്തുകൊണ്ടൊന്നും എനിക്ക് പറ്റുന്നില്ല, ഞാൻ എവിടെയാണ് വീക്കായിരിക്കുന്നത്, എവിടൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ യൂറോപ്യൻസ് ഈ ഒരു പാത്ത് ഒബ്സ്ട്രക്റ്റഡ് ആയപ്പോൾ അവർ അടുത്ത വേ എന്തായിരിക്കണം, ഈ റോഡ് റൂട്ട് പറ്റത്തില്ല, അപ്പൊ ഇനി എന്താ, ഇനി സീ ആണ്. യെസ്, ഇനി സീ പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ സീക്ക് അടുത്ത കാര്യങ്ങൾ വേണം, സീ വഴി പോവാം. ദേ ആർ ബിക്കം മോർ എക്സ്പ്ലോറേറ്റഡ്. അപ്പൊ അവരുടെ എക്സ്പ്ലോറേഷൻ കൂടുതൽ വന്നു തുടങ്ങി. അങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് നയിക്കുന്നുണ്ട്. അത് മിസ് വരുമ്പോഴേ പറഞ്ഞു തരാം. നമുക്കിനി സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് റീസണിലേക്ക് പോകണം. എന്താണ് സെക്കൻഡ് റീസൺ, അവരെന്തുകൊണ്ട് വീണ്ടും 15ാം നൂറ്റാണ്ടിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ആവേശം അവർക്ക് ഉണ്ടായി. സെക്കൻഡ് റീസൺ ഈസ് അറൈവൽ ഓഫ് പോർച്ചുഗീസ് അറ്റ് ദ ഗുനിയ കോസ്റ്റ് ഇൻ ആഫ്രിക്ക. പോർച്ചുഗീസ് നാവികര് ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത്. ഈ ഗിനിയ തീരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടില്ലേ,
ഈ ഒരു രണ്ട് ആഫ്രിക്ക വഴി, മറ്റേത് യൂറോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഏഷ്യയിലേക്ക് വരായിരുന്നു. എന്നാൽ സീ റൂട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തങ്ങിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ ഇത്തിരി കൂടി ഒരു എനർജി ഉണ്ടാവത്തുള്ളൂ. അല്ലെ ഇവിടെ തങ്ങിയപ്പോൾ അവിടെ എന്താണുള്ളത് എന്നറിയണം. അതിനുവേണ്ടി ഗിനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവരുടെ ഒരു സ്റ്റോപ്പ് പോയിന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഇടയ്ക്ക് ഒരു ഇന്റർവെൽ ബ്രേക്ക് പോലെ നമ്മൾ പറയത്തില്ല, അത് തന്നെ. അതിനെ അവര് ആഫ്രിക്കയിലെ ഗിനിയ എന്നൊരു സ്ഥലമാണ് എടുത്തത്. അങ്ങനെ വന്നപ്പം അവിടെ ഇരുന്നപ്പം വെറുതെ ഇരിക്കണമെന്നില്ല. നമ്മളാണെങ്കിലും 5 മിനിറ്റ് എവിടെയെങ്കിലും അടങ്ങിയിരിക്കുക ഇല്ല. നമ്മൾ ഒന്നീ ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ കളിക്കും, അല്ലെ അവിടെ എന്തെങ്കിലും ടേബിളിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും, അല്ലെ ടേബിളിൽ കൊട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു സ്വഭാവമാണ്. അതേപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് എന്നപ്പം ഗിനിയ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അതിനെപ്പറ്റിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം 15-ാം നൂറ്റാണ്ടില് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ നടക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഈസ് ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്കി, ആൻഡ് second is arrival of the Portuguese at the Guinea coast in Africa. ആഫ്രിക്കയിലെ ഗിനിയ തീരത്ത് എത്തിച്ചേർന്നു. ആ രണ്ട് കാരണങ്ങൾ കാരണമാണ് significant event in geographical expression. It is an important question for 2 mark. നിങ്ങൾക്ക് 2 മാർക്കിനാണെങ്കിൽ പോലും ഈ 2 പോയിന്റ്സ് തീർച്ചയായും നോക്കി വെക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ 2 പോയിന്റ്സും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈസി. പെട്ടെന്ന് നമുക്ക് മറക്കത്തില്ല. നമുക്ക് തന്നെ മനസ്സിലായി അതിർത്തിക്കാരന് അതിർത്തിയിൽ വന്നു. അപ്പൊ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിളിൽ തുർക്കി വന്ന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയപ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. അടുത്ത സ്ഥലമായ ഗിനിയയിലൊക്കെ കുറച്ച് എക്സ്പ്ലോറേഷൻ ഒക്കെ നടക്കുന്നു. ഈ 2 കാരണങ്ങളാണ് കൂടുതൽ എക്സ്പ്ലോറേഷനിലേക്ക് അവരെ നയിച്ച കാര്യങ്ങൾ. അപ്പം ഈ ഓരോ നാടുകളിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഇഷ്യൂ വന്നു, പിന്നെ ഗിനിയ തീരങ്ങളിൽ എത്തുന്നു. അപ്പൊ അവിടൊക്കെ അവരെന്ത് ചെയ്യുന്നു? വോയേജ് ആൻഡ് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ റീഷേപ്ഡ് global history leading to the European domination and gradual spread European culture across the world. Yes, it's an important feature. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പം കേരളത്തിലുള്ള മിസ് ആസാമിലേക്ക് പോകുന്നു. കൾച്ചർ നമുക്കറിയാം. ഒരു സൗത്ത് ഇന്ത്യയിലുള്ളവരുടെ കൾച്ചറുമായിട്ട് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ദേ ഹാവ് സം റിസംബിൾസ് വിത്ത് ചൈനീസ് കൾച്ചർ. അവർക്ക് ആ ഒരു കൾച്ചറുമായിട്ട് ഒരു റിസംബിൾസ് ഉണ്ട്. അപ്പം കേരളത്തിലുള്ള മിസ് ആസാമിൽ ചെല്ലുമ്പോൾ ആസാമിൽ കുറേ കാര്യങ്ങളുണ്ട്. മിസ്സിൻ്റെതായ രീതിയിൽ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യും. അപ്പം മിസ്സിൻ്റെ കൾച്ചറും ആസാമിൻ്റെ കൾച്ചറും കുറേയൊക്കെ ബ്ലെൻഡായി. മിസ് ചിലപ്പം വേറൊരു സ്റ്റേറ്റിലേക്ക് ചെല്ലുമ്പം ഇതിന് രണ്ടിൻ്റെ ഒരു കൂടിക്കലർന്നൊരു ഇതിലായിരിക്കും പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഫ്രണ്ട്സ് പലയിടത്തു നിന്നായിരിക്കും വരുന്നത്. ഒരു നാട്ടിൽ തന്നെ ആയാലും കേരളത്തിൽ തന്നെ ആണെങ്കിൽ പോലും നമ്മുടെ ലാംഗ്വേജിൻ്റെ സ്ലാങ്ങിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പല ഫ്രണ്ട്സ് പല നാട്ടിൽ നിന്ന് എത്തുമ്പോൾ അല്ല പല വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ മിസ്സിന്ന് കാസർഗോഡിലെ ഒരു വീഡിയോ കാണുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കാസർഗോഡ് സ്റ്റൈലുള്ള സ്ലാങ്ങിലുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ ചിലപ്പോൾ നാളെ മിസ്സിൻ്റെ വോയിസിലും അല്ലെ മിസ്സിൻ്റെ ആ ഒരു മിസ് കാണുന്ന ആ ഒരു ഇത് കാരണം മിസ്സിൻ്റെ ചിലപ്പോൾ ചില ഡയലോഗ്സിലും അല്ലെ സ്ലാങ്ങിലും ചില സ്ലൈറ്റ് വേരിയേഷൻ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. അതേപോലെയാണ് നമ്മളൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ മേ ബി നമ്മുടെ കൾച്ചറും നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും സാധിക്കും, അല്ല അവരുടെ കൾച്ചർ നമ്മൾ അഡോപ്റ്റഡ് ആവും. ഈ ഏതെങ്കിലും ഒരു കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൾച്ചർ സ്പ്രെഡ് ആവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ കൾച്ചർ സ്പ്രെഡ് ആവാനുള്ള പ്രധാന കാരണങ്ങൾ ഫസ്റ്റ് ഇസ് വോയേജ് ആൻഡ് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ. അവരുടെ യാത്രകളും ഭൂമിശാസ്ത്രപരമായ ഗവേഷണങ്ങളും ഒക്കെ നടന്ന കാരണങ്ങളാൽ അവരുടെ യൂറോപ്യൻ കൾച്ചർ അക്രോസ് ദ വേൾഡിലേക്കാണ് എത്തിയത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ യൂറോപ്യൻസ് പോയി അപ്പൊ ആരൊക്കെയാണ് പോയത്? ഫസ്റ്റ് പോയതാണ് പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ. ഫസ്റ്റിൽ ആരാണ് പോയത്? പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ. എവിടെ പോയതാ? നമ്മൾ ചോദിക്കത്തില്ല എവിടെ പോയതാ? ഇപ്പൊ വരാൻ വേണ്ടി പോയതാ. അതേപോലെ തന്നെ പോർച്ചുഗലും സ്പെയിനും പോകുന്ന കണ്ടപ്പം ബാക്കിയുള്ളവർക്കും എന്തായി? ഒരാവേശം കയറി. അതിനെ ഫോളോ അപ്പ് ചെയ്ത് നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഈ 3 കൂട്ടരോടി അവരുടെ പുറകെ പോയി. നമുക്കുള്ള ശീലം തന്നെ, ഒരാൾ പോകുന്ന കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടങ്ങ് പോവുക.
ഒരാളെ സ്റ്റൈൽ കാണുമ്പോൾ നമ്മൾ ആ സ്റ്റൈൽ അങ്ങ് വെച്ച് പിടിക്കും. അതിലെന്താണെന്നൊന്നും നമ്മൾ നോക്കത്തില്ല, പക്ഷെ നമ്മളും അവരെ അങ്ങ് ഫോളോ അപ്പ് ചെയ്യും. അപ്പം ഏതൊക്കെ കൺട്രീസ് ആണ് പോയിരിക്കുന്നത്, ട്രാവൽ ചെയ്തിരിക്കുന്നത്? പോർച്ചുഗൽ, സ്പെയിൻ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. ഫസ്റ്റിൽ ആരൊക്കെയാണ് പോയത്? പോർച്ചുഗൽ ആൻഡ് സ്പെയിന്. ഇവരിങ്ങനെ എത്തുമ്പോൾ എന്നിരുന്നാലും നമുക്ക് ഡൗട്ട് തോന്നും, ഈ പോർച്ചുഗലും സ്പെയിനും ഒക്കെ പോയപ്പോഴും എന്തായിരിക്കും ഇവരുടെ മോട്ടീവ്? എന്തിനു വേണ്ടിയായിരിക്കും പോയത്? ഇവരിങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഇവരുടെ കൾച്ചറൽ എക്സ്പ്ലോറേഷൻ ഒബ്വിയസ്ലി അക്രോസ് ദ വേൾഡ് ആയും. എങ്ങനെയാണ് ആയത്? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതിന് കുറച്ച് ഫാക്ടേഴ്സ് മിസ് പറഞ്ഞുതരാം. ഫാക്ടേഴ്സ് എനേബിൾഡ് ഫോർ സക്സസ്ഫുൾ എക്സ്പെഡിഷൻ. അതായത് ഇവരുടെ യാത്രകൾ എങ്ങനെ സക്സസ്ഫുൾ ആയി. നമുക്കും യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു എപ്പോഴും പോകണം എന്ന് തോന്നാറില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇനി ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൂടി പോയി നോക്കാം എന്നൊരു തോട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ഒരു കൺട്രീസും അവരുടെ ഒരു റീസൺസ് ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബിൽഡിംഗ് ഓഫ് അഡ്വാൻസ്ഡ് ഷിപ്സ് capable of crossing vast oceans. First reason is വാസ്റ്റ് ഓഷ്യൻസ് മറികടക്കാൻ മാത്രം ഷിപ്പ്, അവിടുത്തെ യൂറോപ്യൻസിന്റെ ഷിപ്പ് കേപ്പബിൾ ആയിരുന്നു. മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം. ദാറ്റ് മീൻസ് അവർക്ക് കപ്പലുകൾ എങ്ങനെ മാത്രം കൺസ്ട്രക്ട് ചെയ്യണം. അതായത് നമ്മളൊരു ട്രാവൽ അണ്ടർ വാട്ടറിലൂടെ ആയാലും വാട്ടറിനിടയിൽ കൂടി ചില മൈന്യൂട്ട് സാധനങ്ങളാണെങ്കിൽ പോലും അത് ഷിപ്പിന് യാത്രകൾ തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ കൺസ്ട്രക്ഷനും ആ ഒരു രീതിയിൽ കേപ്പബിൾ ആക്കുന്ന രീതിയിലായിരുന്നു. സെക്കൻഡ് റീസൺ ഈസ് ഇൻവെൻഷൻ ഓഫ് കോമ്പസ് ആൻഡ് അതർ നാവിഗേഷണൽ ടൂൾസ് ഫോർ ഡിറ്റർമൈനിങ് ഡിറക്ഷൻ. കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും പ്രധാനമായും നമ്മൾ എന്തായിരുന്നു? ഗൂഗിൾ മാപ്പിന്റെ സപ്പോർട്ട് നമുക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഏത് ഡയറക്ഷനിലൂടെ എത്ര മണിക്കൂർ എത്തും, അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടോ, അല്ലേ ഇന്ന് ഇത്ര കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ സാധിക്കുമോ, അവിടെ പോകുന്ന വഴിക്ക് എന്തൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്നൊക്കെ ഈ ഒരു സംവിധാനം നമുക്ക് ഇന്ന് ഗൂഗിൾ മാപ്പിലൂടെ ഹെൽപ്ഫുൾ ആണ്. അന്നത്തെ കാലത്ത് കൂടുതലും ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കോമ്പസ് ആയിരുന്നു. അതേപോലെ തന്നെ നാവിഗേഷണൽ മറ്റ് ടൂൾസും ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഡയറക്ഷനെ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ടിരുന്ന ടൂൾസ്. ഇതിന്റെ ഒരു ഇൻവെൻഷൻ കാരണം അവരുടെ യാത്രകൾ കൂടുതൽ സക്സസ്ഫുൾ ആക്കി. നമുക്കിന്ന് ഗൂഗിൾ മാപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തെ സ്ഥലത്ത് എന്താണ് എലോങ് ദ റൂട്ട് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കും. ആ റൂട്ടിനിടയിൽ എന്തൊക്കെയുണ്ട്, റൂട്ടിൽ എവിടെയൊക്കെ എത്താം, പോകുന്ന വഴിക്ക് എത്ര റെസ്റ്റോറൻ്റ് ഉണ്ട്, എത്ര പെട്രോൾ പമ്പ് ഉണ്ട്, ഇതെല്ലാം അറിയാൻ പറ്റും. അങ്ങനെ ഇവർക്ക് സഹായകമായാണ് കോമ്പസും കാര്യങ്ങളും. തേർഡ് റീസൺ ആണ് പാട്രണേജ് ഓഫ് ദ റൂളേഴ്സ്. ഭരണാധികാരികളുടെ നൽകിയ ശക്തമായ പിന്തുണ. ഏതൊരു യാത്രയ്ക്ക് പിന്നിലും ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ഉണ്ടാവും, സപ്പോർട്ടിങ് പേഴ്സൺസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. നമ്മുടെ ചെറിയ യാത്ര ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം എന്ന് പോലും ചിലപ്പോൾ നമ്മളെ പ്രേരിപ്പിക്കുക നമ്മുടെ വീട്ടിലുള്ള പേരൻസ് ആയിരിക്കും. അവർ പറയും, മോനെ ഇന്ന് സ്കൂളിൽ പോ, നീ പോയിട്ട് വാ, നല്ല രസമായിരിക്കും, ഉച്ചയ്ക്ക് ചിലപ്പോൾ കഞ്ഞി കിട്ടും. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് നമ്മുടെ പേരൻസ് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഇത്തിരി കൂടി മോട്ടിവേറ്റഡ് ആയി. അതേപോലെ തന്നെയാണ് അന്ന് യൂറോപ്യൻസും അവർ കൂടുതൽ യാത്രകൾ നടത്താൻ വേണ്ടി, എസ്പെഷ്യലി സീ വോയേജ്, അവരുടെ സെൽഫ് റിസ്കിലായിരിക്കും. അങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവിടുത്തെ റൂളേഴ്സും അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ റീസെൻ്റ്ലി കേട്ടാണ് പല സ്പോർട്സ് മേഖലയിലുള്ളവരും അവർ സ്പോർട്സ് കഴിഞ്ഞു, ജയിച്ചു, കളിയൊക്കെ ജയിച്ച് തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് ബസ്സില്ല, ട്രാവലിംഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മുടെ മിനിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മിനിസ്റ്റർ എന്ത് പറഞ്ഞു? ഓക്കെ, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഞങ്ങൾ സെറ്റാക്കി തരും. അങ്ങനെ അവർ ഫ്ലൈറ്റിലാണ് തിരിച്ചെത്തിയത്. അതേപോലെയാണ് ഇന്നും, അതേപോലെ തന്നെ പണ്ടത്തെ കാലത്തും ഈ റൂളേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഒരു റൂളേഴ്സ് അഥവാ അവർക്കുണ്ടായതുകൊണ്ടാണ് കൂടുതൽ അവർ എക്സ്പ്ലോർ ചെയ്യാൻ കാരണമായത്, അഥവാ അവർ എക്സ്പ്ലോറേഷൻ ഇത്തിരി സക്സസ്ഫുൾ ആയത്. നെക്സ്റ്റ് റീസൺ ഈസ് സ്ട്രോങ് മിലിറ്ററി പവർ. സൈനിക ശേഷി.
അത് മിലിറ്ററി പവർ എന്ന് പറയുമ്പം ഇവരെങ്ങനെ പോകുന്നു, മേ ബി ഈ പോകുന്ന ആൾക്ക്, ഈ എക്സ്പ്ലോററിനെ സംബന്ധിച്ച് മേ ബി ഒരു ദിശകളും കാര്യങ്ങളും, ചിലപ്പോൾ നാവിഗേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളായിരിക്കും. അല്ല നോളജ്, അങ്ങനെ ഒരു ലിറ്ററേച്ചർ നോളജ് ഒക്കെ ഉള്ള ആളായിരിക്കും. എന്നാൽ കായികപരമായി ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല സ്ട്രേഞ്ച് ഇഷ്യൂസും ഉണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചിലപ്പോൾ ആവുന്ന മാത്രമൊന്നുമില്ല, മിലിറ്ററി പവേഴ്സും വേണം. അപ് ടു എ പോയിന്റ് വരെ മേ ബി ആ ഒരു, നമ്മളിപ്പോൾ പറഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിൾ കടക്കുന്നു, തുർക്കി പിടിച്ചെടുക്കും. അപ്പം ആ ഒരു വഴി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പ്ലോറർ ആണെങ്കിൽ ഒരു മിലിറ്ററി പവർ എന്തായാലും വേണം. കാരണം എപ്പോഴാണ് തുർക്കി ചിലപ്പോൾ അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, അല്ലെ ടാക്സ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു മിലിറ്ററി പവർ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മിലിറ്ററി പവറിന്റെ ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു സക്സസ്ഫുൾ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ. നെക്സ്റ്റ് റീസൺ ഈസ് എക്സ്പെൻസീവ് എക്സ്പീരിയൻസ് ഇൻ സീഫാറിംഗ്, സമുദ്ര യാത്രാ അനുഭവങ്ങൾ. നമുക്കും ചില അനുഭവങ്ങളുണ്ടാവും. ഇന്ന മേഖലയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാം, നമ്മളിപ്പം 10th കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇപ്പം അടുത്തൊരു സ്ട്രീമിലേക്ക് എത്തും. മേ ബി സയൻസ് ആയിരിക്കും, അല്ലെ കൊമേഴ്സ് ആയിരിക്കും, ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. ഈ ഒരു ഫീൽഡ്, ഏത് ഫീൽഡിൽ കയറണമെന്ന് ചിലപ്പോൾ സിബ്ലിങ്സ് ആയിരിക്കും പറയുന്നത്, അല്ല നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ പറയും നീ ഈ സ്ട്രീമിൽ ചേർന്നാൽ മതി, ഈ സ്ട്രീമിൽ ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ്, ചിലപ്പോൾ അവർ അങ്ങനെ ആ കോഴ്സിനെ പറ്റി വലിയ അറിവുള്ളവരൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവർ ആ കോഴ്സ് പഠിച്ചവരായിരിക്കും. അതുകൊണ്ട് ആ പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ അവർ പറയും നീയോ ആ ഒരു മേഖലയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് ജോബ് കിട്ടും, നിനക്ക് അവിടെ ഷൈൻ ചെയ്യാൻ പറ്റും, യു ബിക്കം ദ സ്റ്റാർ ഇൻ ദാറ്റ് ഫീൽഡ് എന്ന് പറയാൻ അവർക്ക് സാധിക്കും. അപ്പൊ ഏത് സ്ട്രീമിലേക്ക് എത്തണമെന്ന് ഒരു ഗൈഡൻസ് അവരുടെ അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇത്തിരി കൂടി ആ ഒരു പോയിന്റിനെ പറ്റി ഇത്തിരി കൂടി നോളജ് ഉണ്ടാകും. ആ ഒരു ഫീൽഡിൽ ചെന്നാൽ പിന്നീട് നമ്മുടേതായ കുറെ ഒരു എക്സ്പ്ലോറേഷൻ, ഒരു സെർച്ചിങ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ദാറ്റ് പേഴ്സൺ ഈസ് റൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു യാത്രാ അനുഭവം ഉള്ളവര് കൂടുതലുണ്ടായിരുന്നു. ട്രാവലിംഗ് എസ്പെഷ്യലി ഇൻ സിയിലൂടെ യാത്ര ചെയ്യുന്ന കുറെ ആളുകളുടെ അനുഭവങ്ങളിലൂടെയും ആ ഒരു നോളജ് കളക്ട് ചെയ്യുന്ന വഴിയും ഇവർ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ അവർക്ക് കൂടുതൽ എക്സ്പ്ലോറേഷൻ, ആ ഒരു സിയെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഇടം എവിടെയാണോ അത് മനസ്സിലാക്കാൻ കൂടുതൽ അവർക്ക് സഹായകരമായി. സിയുടെ ചലനങ്ങൾ, നവംബർ മാസത്തിൽ സിയുടെ ചലനങ്ങൾ എങ്ങനെയാണ്, അഥവാ ജനുവരി ഫെബ്രുവരിയിൽ എങ്ങനെയായിരിക്കും സിയുടെ ഒരു, ഇപ്പൊ വേലിയേറ്റവും ഒക്കെ വരുന്ന സമയത്ത് ന്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഫിഷർമെൻ ഒന്നും സിയിൽ പോകരുത്, അത് പ്രോബ്ലംസ് ഉണ്ടാക്കും, അവർ കഴിവതും അവരുടേതായ വീടുകളിൽ തന്നെ നിൽക്കണമെന്ന് പറയും. അപ്പം ഇങ്ങനെ കടലിനെ പറ്റി ഫിഷർമാൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരു ഫിഷർമാൻ്റെ അടുത്ത് ചോദിച്ചാലും അവർക്ക് അവരുടെ കടലിനെ പറ്റി നന്നായിട്ട് അറിയാം. എനിക്കെൻ്റെ കടലിനെ അറിയാം, എനിക്കെൻ്റെ നാടിനെ അറിയാമെന്ന് പറയത്തില്ല. അത് തന്നെയായിരുന്നു സിയെ പറ്റി അറിയാവുന്നവർ കൂടുതൽ നോളജ്ഫുൾ ആയിട്ടാണ് ഈ ഒരു സി കൂടുതൽ അവരുടെ ആ ഒരു ഏരിയ ഓഫ് ബൗണ്ടറി വിട്ട് കൂടുതൽ സിയെ എക്സ്പ്ലോർ ചെയ്യാൻ പോയതും. അങ്ങനെയാണ് മറ്റ് സ്ഥലങ്ങൾ, മറ്റ് കോണ്ടിനെന്റുകളും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ പോകുമ്പോഴും നമ്മളൊരു നാട്ടിലേക്ക് ചെല്ലുമ്പം നമ്മളും ചിലപ്പം അവിടെ താമസിച്ചവരോട് ചോദിക്കും അവിടെ ഏത് നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ടാവും, നല്ല ഫുഡ് ഏരിയ അവിടെ ഏതായിരിക്കും, അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നാട് ഏതാണ്, നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്. ആ സ്ഥലത്ത് എവിടെയാണ് നല്ലൊരു ഹോട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കും, നമ്മൾ അടുത്തുള്ളവരോട് തന്നെ ചോദിക്കും. അല്ലെ നമ്മളിപ്പോൾ ആണെങ്കിൽ യൂട്യൂബിലോ അല്ലെ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നോക്കും അവിടെ ഏതാണ് നല്ലൊരു കടയുള്ളത്. അപ്പം നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും. അപ്പം ഇങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെയും അവർക്ക് സക്സസ്ഫുൾ നോളജ് ആയതുകൊണ്ട് തന്നെ എക്സ്പ്ലോറേഷനും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് വന്നു. നെക്സ്റ്റ് റീസൺ ആണ് അഡ്വാൻസസ് ഇൻ കാർട്ടോഗ്രഫി ആൻഡ് astronomy. Yes, you have the doubt. What is cartography and what is astronomy? കടലിൽ പോകുന്നവൻ കടലിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതിയോ? അപ്പൊ കടലിനെ അറിയുന്ന പോലെ തന്നെ കടലിന് ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയണം. അതിനു വേണ്ടിയാണ് അഡ്വാൻസസ് ഇൻ കാർട്ടോഗ്രഫി ആൻഡ് അസ്ട്രോണമി. ദാറ്റ് മീൻസ് കാർട്ടോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പുകളെ പറ്റി കൂടുതൽ അറിയാം. മാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന ഒരാൾ ഒരു മാപ്പ് എടുക്കാം, ഇന്ത്യൻ മാപ്പ് തന്നെ സപ്പോസ് നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ റോഡുകളുണ്ട്, പുഴകളുണ്ട്, ബ്രിഡ്ജസ് കാണിക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ബ്രിഡ്ജാണ് എന്ന് പറയാറുണ്ടോ? ബ്രിഡ്ജ് എന്ന് എഴുതി വെച്ചിരിക്കുവാണോ? അല്ല, ബ്രിഡ്ജിന് ജസ്റ്റ് 2 ലൈൻസ്, ഒരു പാരലൽ ലൈൻസ് ഇങ്ങനെ ഇട്ടിരിക്കുമായിരിക്കും.
അല്ലെ ഇപ്പം റോഡ് എന്ന് പറയുമ്പോൾ ROAD റോഡ്, അല്ല റോഡ് ഇങ്ങനെ NH49 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, 1 ലൈൻ ആയിരിക്കും ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ പുഴകളെ റെപ്രസെന്റ് ചെയ്യുന്നതും ഉണ്ടാവും. പുഴകളാണെങ്കിലും പുഴയാണ്, അതിന്റെ ഒരു ഫുൾ വിസ്തീർണം കാണത്തില്ല. ദാറ്റ് മീൻസ് സംടൈംസ് നമുക്കറിയാം ഒരു റോഡിന്റെ ലെങ്ത്, നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നു, കേരളത്തിൽ നിന്ന് നമ്മൾ മധ്യപ്രദേശിലേക്ക് പോകുന്നു. എവിടെ പോകുന്നു? മധ്യപ്രദേശിലേക്ക് പോകുന്നു. മധ്യപ്രദേശിൽ പോകുമ്പോൾ നമുക്കറിയാം ഒരു ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസിനെ മാപ്പിൽ കാണിക്കുന്നത് ഇപ്പൊ സപ്പോസ് 1 മീറ്റർ തന്നെ ഈക്വൽ ടു 1 സെന്റിമീറ്റർ എന്നായിരിക്കും കാണിക്കുന്നത്. മാപ്പിൽ ചെറിയൊരു മൈന്യൂട്ട് ഫാക്ടർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ, ആ മാപ്പ് നമുക്ക് ഒരു A4 സൈസ് പേപ്പറിലാണെങ്കിൽ പോലും നമുക്കത് കാണിച്ച് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആവും. ആ വ്യക്തിയെ സംബന്ധിച്ച്, ട്രാവൽ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അണ്ടർസ്റ്റാൻഡ് ആവും. ഇത് തന്നെയാണ് ഈ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. കാർട്ടോഗ്രഫി ഇൻവോൾവ്സ് മേക്കിംഗ് ആൻഡ് സ്റ്റഡിങ് മാപ്സ് വിച്ച് ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് ഗാദറിംഗ്, പ്രോസസിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ വിഷ്വലി. അതായത് വിഷ്വൽ റെപ്രസെന്റേഷൻ, മാപ്പുകൾ, അത് ചുറ്റുമുള്ള ഏരിയയെ പറ്റി, എങ്ങനെ പോയാൽ എത്രമാത്രം കടലുണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളും അവർക്കറിയാമായിരുന്നു. അതിനെപ്പറ്റി അവർക്കൊരു നോളജ് ഉണ്ടായിരുന്നു. അതല്ലേ അവർ ക്രിയേറ്റ് ചെയ്തു സെൽഫായിട്ട്. ഇന്ന ഏരിയയിൽ ഇത്ര ഉണ്ട് പറഞ്ഞില്ലേ, ഫിഷർമാനോടും പലരോടും അവർ നോളജ് അക്വയർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഏരിയയിൽ ഇത്രയൊക്കെയാണ് നടക്കുന്നത്. അതൊരു മാപ്പ് രൂപത്തിൽ ഒരു പേപ്പർ ഷീറ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തിരി ഈസി ആവും എന്ന് അവർക്ക് മനസ്സിലായി. അതേപോലെ തന്നെ അവർക്ക് നോളജ് ഉണ്ടായിരുന്ന ഒരു ഫീൽഡായിരുന്നു അസ്ട്രോണമി, വാന നിരീക്ഷണം. അതിന്റെ ഒരു അഡ്വാൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എർത്തിന്റെ ലൂണാർ എക്ലിപ്സ് എന്നാണ്, സോളാർ എക്ലിപ്സ് എന്നാണ്, ഫുൾ മൂണ്, ഹാഫ് മൂൺ, ഈ മൂണിൻ്റെയൊക്കെ ചലനങ്ങൾ, എർത്തിന്റെ റൊട്ടേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ ഒബ്വിയസ്ലി പണ്ട് കാലത്ത് സൺ ആൻഡ് മൂൺ ആണ് കൂടുതൽ ലൈറ്റിന്റെ സോഴ്സ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. നൈറ്റിൽ ഒരു ഫുൾ മൂൺ ആണെങ്കിൽ നല്ല പ്രകാശമായിരിക്കും. അപ്പൊ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തിരി ഈസി ആയിരിക്കും. അവരുടെ ആ ഒരു ജേർണി അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവർ കാർട്ടോഗ്രഫിയും അസ്ട്രോണമിയെ കുറിച്ചും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം മിസ് എന്തൊക്കെ ഇതാണ് പറഞ്ഞത്, ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സിമ്പിൾ ആണ്. ആരെങ്കിലും എവിടെയെങ്കിലും സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി മിസ് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഓഫ് അഡ്വാൻസ്ഡ് ഷിപ്സ് കേപ്പബിൾ ഓഫ് ക്രോസിംഗ് വാസ്റ്റ് ഓഷ്യൻസ്. ഓഷ്യൻസിനെ നല്ല രീതിയിൽ തന്നെ മറികടക്കാൻ പറ്റും. ഓഷ്യൻസിന്റെ തിരമാലകളുണ്ടോ നമുക്കറിയാൻ പറ്റത്തില്ല, അതിന്റെ സ്ട്രെങ്ത് എത്രയാണ്. അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്തിലുള്ള ഷിപ്സ് ആയിരുന്നു ബിൽഡ് ചെയ്തിരുന്നത്. സെക്കൻഡ് ഈസ് ഇൻവെൻഷൻ ഓഫ് ദി കോമ്പസ് ഉണ്ടായിരുന്നത് നാവിഗേഷണൽ ടൂൾസ് ഫോർ ഡിറ്റർമൈനിങ് ഡിറക്ഷൻ. ഡിറക്ഷൻസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പല നാവിഗേഷണൽ ടൂൾസ് അവർ യൂസ് ചെയ്തിരുന്നു, അത് കണ്ടുപിടിച്ചിരുന്നു അതിനുവേണ്ടി. തേർഡ് ഈസ് പാട്രിയോണേജ് ഓഫ് ദ റൂളേഴ്സ്. റൂളേഴ്സിന്റെ നല്ലൊരു സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നു ഇങ്ങനെ പോകുന്ന. നമുക്കറിയാം നമ്മുടെ കാലത്താണെങ്കിൽ പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ആദ്യകാലങ്ങളിൽ ട്രാവലൊക്കെ ചെയ്തവർക്ക് വലുതായിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പലരുടെ അനുഭവങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, പകരം മോക്ക് ചെയ്തിരുന്നു, കളിയാക്കിയിരുന്നു. ഓ, ഇവനെന്താ ഇങ്ങനെ പോകുന്നത്, ഇവനെന്ത് ഭ്രാന്തുണ്ടോ, ഇവൻ ഇങ്ങനെ പലയിടത്തും പോയി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരാം. പക്ഷെ ഇന്നത്തെ ഒരു സമയം നമുക്ക് നോക്കുമ്പോൾ അറിയാം, ട്രാവൽ ചെയ്യുന്ന ഇറ്റ്സ് എ കോമൺ. വീഡിയോ എടുക്കുക ചെറിയൊരു കാര്യം. ഇപ്പൊ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി അതിന്റെ പോലും വീഡിയോ എടുത്ത് നമ്മൾ ഇടുക എന്ന് പറയുന്നത് ഒരു കോമൺ തിങ് ആയിട്ട് മാറി. അപ്പൊ ഇറ്റ്സ് നോട്ട് എ ഒരു ഡിഫറെന്റ് തിങ്. അപ്പം അന്നത്തെ കാലത്ത് ഒരു റൂളേഴ്സിന്റെ സപ്പോർട്ട് കിട്ടുക, അതേപോലെ തന്നെ മിലിറ്ററി പവർ സ്ട്രോങ് ആയിരുന്നു. ആൻഡ് എക്സ്പെൻസീവ് എക്സ്പീരിയൻസ് ഇൻ സീ ഫാമിംഗ്. കടലിനെ പറ്റി, കടലിന്റെ സവിശേഷതകളും സ്വഭാവങ്ങളും അതിന്റെ രീതികളും അവരതിനെപ്പറ്റി അനുഭവമുള്ളവരായിരുന്നു. ആ അനുഭവങ്ങൾ അവർ നോളജ് ആക്കി അവരുടെ ഈ ഒരു എക്സ്പ്ലോറേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. ലാസ്റ്റ് പോയിന്റ് ഈസ് അഡ്വാൻസസ് ഇൻ കാർട്ടോഗ്രഫി ആൻഡ് അസ്ട്രോണമി. വാന നിരീക്ഷണവും ഭൂപഠന നിർമ്മാണത്തെക്കുറിച്ചും അവർക്ക് അഡ്വാൻസസ് നോളജ് ഉണ്ടായിരുന്നു. മിസ് പറഞ്ഞു ഇങ്ങനെ ആദ്യം പോയ ഏത് കൺട്രീസ് ആയിരുന്നു? പോർച്ചുഗൽ ആൻഡ് സ്പെയിന്. പിന്നീട് ആരൊക്കെയായിരുന്നു പോയത്? എല്ലാവരും കമന്റ് ബോക്സിൽ ഇടണം. പിന്നീട് ആരൊക്കെയാണ് പോയത്? ഫസ്റ്റ് പോയത് പോർച്ചുഗലും സ്പെയിനും, മറക്കരുത്. അപ്പം ഈ പോർച്ചുഗലും സ്പെയിനും ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായ കാരണങ്ങൾ കാരണമാണ് അവര് സീ റൂട്ട് തിരഞ്ഞെടുത്തത്. അപ്പം ഇനിയിപ്പം നമ്മൾ പോകുന്നത് ശരിക്കും യാത്രകൾ തുടങ്ങുകയാണ്. ആ യാത്രകൾ ഇപ്പം ഇത്രയും നേരം മിസ് പറഞ്ഞത് യാത്രകൾ തുടങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ അവരെ നയിച്ച മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് മിസ് പറഞ്ഞത്. ഇനി പറയുന്നത് യാത്രകളാണ്. ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഇനി ഏത് വർഷത്തേക്ക് നമ്മൾ പോകുന്നത്? നമ്മൾ പോകേണ്ട വർഷം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം ഏതാണ്?
1415. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോൾ? 1415. ചെറിയ മാഗ്നറ്റിക് കോമ്പസും നാവിഗേഷണൽ ടൂൾസും ചെറിയ ചെറിയ ടൂൾസും പിന്നെ മൂണിന്റെ ഒക്കെ ചലനങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ഇങ്ങനെ ഷിപ്പിൽ കയറി. എവിടെയാണ്? നമ്മൾ ഷിപ്പിൽ കയറി യാത്ര ചെയ്യണം. നൗ വി ആർ യൂറോപ്യൻസ്, വി ആർ ഗോയിങ് ടു ട്രാവൽ, വി ആർ വോയേജിങ് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം ആരാണ് പറഞ്ഞത്? പോർച്ചുഗൽകാര് അവർ വോയേജ് സ്റ്റാർട്ട് ചെയ്തു. പോർച്ചുഗീസ് ഇനിഷ്യേറ്റഡ് their conquest of Africa. മിസ് പറഞ്ഞിരുന്നു അവര് 15th സെഞ്ചുറിയില് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ നടത്തി. അതെവിടെയാണ് നടത്തിയേ? യെസ്, ആഫ്രിക്കയിലെ ഗിനിയയിലെത്തിയപ്പം അവരൊരു സ്റ്റോപ്പ്, അവർ കുറച്ച് കാര്യങ്ങൾ അവർ കണ്ടെത്തി. അപ്പൊ അതുകൊണ്ട് സ്റ്റോപ്പ് ആവേണ്ടി വന്നു. അപ്പം അങ്ങനെ കണ്ടപ്പം ആഫ്രിക്കയിൽ ചില നിധികളുണ്ട്, ചില വാല്യുബിൾ തിങ്സ് ഉണ്ടെന്ന് അവർ അണ്ടർസ്റ്റുഡ് ആയപ്പോൾ അവരെന്ത് ചെയ്തു? അത് കോൺക്വസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. യെസ്, പിടിച്ചടക്കാനായിട്ട് പോകുന്നു. നമ്മൾ എവിടെ എത്തി? ആഫ്രിക്കയിലെ ഗിനിയ കോസ്റ്റിലാണ്. അത് പിടിച്ചടക്കാൻ പോവാണ് ആഫ്രിക്ക എന്ന കോണ്ടിനെന്റിന്. Portuguese initiated their conquest of Africa in 1415 by capturing Ceuta, a city on the Moroccan coast. What is the feature? Ceuta എന്ന് പറയുന്ന സ്ഥലം, മൊറോക്കൻ കോസ്റ്റിലെ Ceuta എന്ന് പറയുന്ന സ്ഥലത്ത് 1415 എന്താണ് എഴുതരം 1415 നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. 1415 ജേർണി സ്റ്റാർട്ട് ചെയ്തു. എവിടെ എത്തി നമ്മള്? മൊറോക്കയിലെത്തി. മൊറോക്കൻ കോസ്റ്റിലെത്തുന്നു. മൊറോക്കൻ കോസ്റ്റില് നമ്മൾ എത്തുന്നു. യെസ്, നമുക്ക് ട്രാവൽ ചെയ്തോണ്ടിരിക്കുവാണേ. പോർച്ചുഗീസുകാരോടൊപ്പം നമ്മളും ട്രാവൽ ചെയ്തിരിക്കും. നോളജ് ഓഫ് ദി ഗോൾഡ് ഡെപ്പോസിറ്റ് ഇൻ ദ നൈഗർ പ്ലെയിൻസ് മോട്ടിവേറ്റഡ് ദ പോർച്ചുഗൽ ടു എംബാർക്ക് ഓൺ സച്ച് വെഞ്ചേഴ്സ്. എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പറയാം. പോർച്ചുഗീസ് എവിടെയായിരുന്നു? മാപ്പിലേക്ക് നോക്കാം. മാപ്പിൽ നോക്കുമ്പോൾ പോർച്ചുഗീസ് താണ്ടി ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള പോർച്ചുഗീസ് ഗിനിയ കോസ്റ്റിലേക്ക്, ഈ സെന്റോ എന്ന് പറയുന്ന മൊറോക്കൻ കോസ്റ്റിലാണ് ആദ്യം എത്തുന്നത്. ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അവർ ഓരോ കേപ്പിലും എത്തുന്ന. നമ്മൾ ഓരോ കേപ്പിലും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ 1415 നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? സെന്റോ. അത് മൊറോക്കൻ കോസ്റ്റിലാണ്. അവിടെ ഇങ്ങനെ നിൽക്കും. അവിടെ നിന്നപ്പോഴാണ് നമ്മൾ കണ്ടത് ഈ നൈജീരിയൻ പ്ലേറ്റ്സിൽ കുറച്ച് ഡെപ്പോസിറ്റ് ഉണ്ട്. എന്തിന്റെ ഡെപ്പോസിറ്റ്? എന്തിന്റെ നോളജ് ഓഫ് ഡെപ്പോസിറ്റ്? ഗോൾഡ് ഡെപ്പോസിറ്റ്. എന്തിന്റെയാണ്? ഗോൾഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് കണ്ടു. നമ്മൾ അവിടെ ചെന്നപ്പോ നമ്മൾ കണ്ട എന്താ? ഗോൾഡ് ഡെപ്പോസിറ്റ്. നമ്മൾ ഉടനെ പോവാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ട്. നമ്മൾ നോക്കും, ചുറ്റിക്കറങ്ങി നോക്കും എവിടൊക്കെ എത്ര ഗോൾഡ്, എങ്ങനൊക്കെ. എന്ത് മറ്റേ മണിച്ചിത്രത്താഴിനകത്ത് പറയുന്ന മാതിരി മാങ്ങാമുട്ടുമാല, മേക്കാതെ, ജമിക്കി, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? അതുകൊണ്ട് നമ്മൾ തൽക്കാലം എവിടെ നിൽക്കുന്നു? നൈജീരിയൻ പ്ലെയിൻസിലെ കമന്റ് ചെയ്തോളൂ. മൊറോക്കൻ കോസ്റ്റിലാണ് നിൽക്കുന്നത്. അവിടെ ഗോൾഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മളവിടെ ഇപ്പൊ ഗോൾഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എന്താണ് വരുന്നത്? KGF. KGF-ൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളും. വി ആർ KGF ആണ് നിൽക്കുന്നത്. ആ ഗോൾഡ് പ്ലെയിൻസിൽ നമ്മൾ നിൽക്കുന്നു. നെക്സ്റ്റ് എന്താണ്? സക്സസ്ഫുള്ളി നാവിഗേറ്റിംഗ് കേപ്പ് ബോർജേഡ് ഇൻ 1434. ആദ്യം നമ്മൾ എവിടെയായിരുന്നു? 1415 നമ്മൾ മൊറോക്കനിൽ എത്തിയിരിക്കുന്നു. പിന്നീട് നമ്മൾ 1435 എത്തുന്നു. നമ്മളിപ്പോ ഇതൊക്കെ എവിടുന്ന്? മൊറോക്കൻ പ്ലെയിൻസ് കോസ്റ്റിൽ നിന്ന്, നൈജീരിയൻ പ്ലെയിൻസിൽ നിന്ന് നമ്മളിപ്പോ ഇതൊക്കെ കേപ്പ് ബോർജേഡിലേക്ക് എത്തുന്നു. നമ്മൾ സക്സസ്ഫുള്ളി നാവിഗേറ്റ് ചെയ്യുന്നു. മാപ്പി നമുക്ക് അത് നോക്കാം എവിടെയാണെന്നത്. മാപ്പി നോക്കുമ്പോ കണ്ടോ, പോർച്ചുഗൽ ആദ്യം സെവിറ്റ വന്നു. സെവിറ്റ എന്നതൊക്കെ ബോർജറ കേപ്പിലേക്ക് വന്നു. എന്ന് 1434 എത്തുന്നു. ഈ നാവിഗേഷൻ വഴിയാണ് സക്സസ്ഫുള്ളി. പ്രോഫിറ്റ് ഫ്രം ദ ട്രേഡ് ഓഫ് ഗോൾഡ് ആൻഡ് സ്ലേവ്സ് ഫർദർ എൻകറേജ്ഡ് ദെയർ എക്സ്പ്ലോറിംഗ് എഫോർട്ട്. അവിടെ ചെന്നപ്പോഴും അവർക്ക് ഈ ഗോൾഡിന്റെ സ്ട്രെങ്ത്, നൈജീരിയൻ പ്ലെയിൻസിൽ നിന്ന് ഗോൾഡിന്റെ ഒരു സ്ട്രെങ്ത് അവർക്ക് കിട്ടി. ആ ഒരു സ്ട്രെങ്ത് കാരണം പിന്നീട് അവിടെ കുറച്ച് സ്ലേവ്സിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് അവർക്ക് കുറച്ച് എൻകറേജ്മെന്റ്. സ്ലേവ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ് മൈൻസിൽ നമ്മൾ KGF സിനിമയെ കണ്ടില്ലേ, അതേപോലെ വർക്ക് ചെയ്യാൻ കുറേ വർക്കേഴ്സിനെ അവർക്ക് കിട്ടി. അപ്പൊ കൂടുതൽ അവർക്ക് തോന്നി വീണ്ടും വേണം, വീണ്ടും കൂടുതൽ ഗോൾഡ് വേണം, കൂടുതൽ എക്സ്പ്ലോറേഷൻ നടക്കണം. ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിലും കൂടുതൽ ഗോൾഡ് കാണും, അല്ലെ എനി അതർ ഗോൾഡ് മെറ്റീരിയൽസ്
or another precious stones. ഇതുണ്ടാവും എന്നവർക്ക് തോന്നുന്നില്ലേ? അപ്പൊ വീണ്ടും അവർ എക്സ്പ്ലോറേഷന് വേണ്ടി പോകുന്നു. എന്തിനു പോകുന്നു? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നു. അവരുടെ എക്സ്പ്ലോറേഷൻ വീണ്ടും പോകുന്നു. ഇവിടെ പോർച്ചുഗീസ് എക്സ്പാൻഡഡ് അഗ്രികൾച്ചർ ആൻഡ് എക്സ്റ്റാബ്ലിഷ്ഡ് കോളനീസ് ഓൺ നിയർ ബൈ ഐലൻഡ് ഇൻ ദ അറ്റ്ലാന്റിക്. അങ്ങനെ ഒരു അറ്റ്ലാന്റിക് തീരങ്ങളിൽ അവർ അഗ്രികൾച്ചറും അതേപോലെ തന്നെ കോളനീസും സ്ഥാപിക്കാൻ തുടങ്ങി. ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ആദ്യം അവർ ഗോൾഡ് മൈൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പം പിന്നീട് മൊറോക്കൻ കോസ്റ്റിൽ നിന്ന് എവിടേക്ക് വന്നു? 1434 അവർ വീണ്ടും അവരുടെ എക്സ്പ്ലോറേഷൻ നടത്തി. വീണ്ടും എത്തിയപ്പോഴാണ് അവർ കണ്ടു അഗ്രികൾച്ചർ ഉണ്ട്, അഗ്രികൾച്ചർ നടത്താം, നല്ലൊരു ഏരിയ ആണ്. അതേപോലെ തന്നെ അവർ കോളനീസും സൃഷ്ടിച്ചു. എവിടെ? അറ്റ്ലാന്റിക് സമുദ്രതീരങ്ങൾ. അറ്റ്ലാന്റിക് സമുദ്രതീരങ്ങൾ എത്തിയോടെ കോളനീസ് ആക്കി. In short, these venture in Africa and colonization of Atlantic islands eventually paved the way for finding a sea route to Asia, marking a crucial milestone in global. That's an important point. എന്താണ് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. What made a crucial milestone for exploring Asia? ഏഷ്യ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ആഫ്രിക്കൻ വെഞ്ചേഴ്സിലെ കോളനൈസേഷൻ ഓഫ് അറ്റ്ലാന്റിക് ഐലൻഡ്സ്. ആഫ്രിക്കയിലും അറ്റ്ലാന്റിക് ഐലൻഡ്സിൽ ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ സ്വർണവും അതേപോലെ തന്നെ അറ്റ്ലാന്റിക് ഐലൻഡ്സിൽ അവർക്ക് പറ്റിയ കോളനൈസേഷനിലൂടെ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ അവർ ഏഷ്യയിലേക്ക് അവരെത്തി. ഇറ്റ് ഈസ് മൈൽ സ്റ്റോൺ ഇൻ ഗ്ലോബലിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് അവർ ഏഷ്യയിലേക്ക് എത്തിയത് കണക്കാണ്. ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് ഈ ഇയേഴ്സ് ഇത്തിരി നോക്കണം, മാപ്പും ശ്രദ്ധിക്കണം. ഇനി അറ്റ്ലാന്റിക് ഐലൻഡിന്റെ നമുക്ക് പ്രത്യേകതകൾ ഒന്ന് നോക്കാം. ഇറ്റ്സ് ലൊക്കേറ്റഡ് ടു ദ വെസ്റ്റ് ഓഫ് ആഫ്രിക്ക ഇൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. മാപ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് മദുരൈ, പിന്നെ കാനറി, അവേസറിയ, കേപ്പ് വെർഡെ എന്നുള്ള കുറച്ച് 4 സ്ഥലങ്ങളാണ് ഈ ഒരു അറ്റ്ലാന്റിക് ഐസ്ലൻഡിലായിട്ട് ഉള്ളത്. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞു, ഏതൊക്കെ വർഷങ്ങളായിരുന്നു പറഞ്ഞത്? നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ അറ്റ്ലാന്റിക് വഴി നമ്മൾ ഇനി ഏഷ്യയിലോട്ട് കടക്കാൻ പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1488 എന്താണ് 1488 പോർച്ചുഗീസ് സെയിലർ ബർത്തലോമൈ ഡയസ് എന്ന് പറയുമ്പം സിനിമ കമന്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഓർമ്മ വന്ന സിനിമ. ബർത്തലോമൈ റീച്ച്ഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. എവിടെ എത്തി? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പില് അവരെത്തി. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പില് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അതൊരു പ്രതീക്ഷയുടെ മുനമ്പെന്ന് പറയും. ഈ പ്രതീക്ഷയുടെ മുനമ്പെന്ന് പറയാനുള്ള പ്രധാന കാരണം പോർച്ചുഗീസ് കിങ്ങായ ജോൺ സെക്കൻഡിന്റെ ഒരു താങ്ക്സ് ഗിവിങ് എന്ന് പറയും. ഇവരിങ്ങനെ അവിടെ എത്തിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നമ്മൾ ഒരു റോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം റോഡിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സ്റ്റക്കായി, പണ്ടാരാണ് ഇന്നത്തെ ദിവസം പോയി കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മൾ. എന്നാൽ പോർച്ചുഗീസ് രാജാവ് പറഞ്ഞു, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്, വി മസ്റ്റ് ബി ഒപ്റ്റിമിസ്റ്റിക്. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കൂ. അതിന്റെ ഒരു സൂചകമായിട്ടാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, പ്രതീക്ഷയുടെ മുനമ്പുകൾ. അതിനപ്പുറം ഇനി നമുക്ക് കടക്കാൻ സാധിക്കും. നമുക്കൊരു പ്രതീക്ഷ നൽകാം. നമുക്ക് വെയിറ്റ് ചെയ്യും. ഇത്തിരി നമുക്ക് നോളജ് ഒക്കെ അക്വയർ ചെയ്തിട്ട് നമ്മുടെ ടെക്നോളജീസ് ഒക്കെ ഇത്തിരി അഡ്വാൻസ്ഡ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഗുഡ് ഹോപ്പ്, പ്രതീക്ഷയുടെ തന്നെ മുന്നോട്ട് പോകും. നമുക്ക് കിട്ടും, നമുക്ക് നേടും. ആ ഒരു പ്രതീക്ഷയുടെ ഒപ്റ്റിമിസ്റ്റിക് രീതിയിൽ അവർ ചിന്തിച്ചു. അങ്ങനെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നൊരു പേര് അവിടെ നിർദ്ദേശിച്ചത്. അപ്പം 1488 ബർത്തലോമായി എവിടെ എത്തി? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പില് എത്തി. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് 1498 ദ ഫേമസ് വൺ ആൻഡ് ഓൺലി വാസ്കോ ഡ ഗാമ വെഞ്ചൂഡ ഗാമ. ഇപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കണ്ട. വാസ്കോ ഡ ഗാമ എത്തുന്നു. ഫോളോഡ് ദ സെയിം റൂട്ട് ആൻഡ് സക്സസ്ഫുള്ളി സെയിൽഡ് അറൗണ്ട് ദ eastern coast of Africa via the Cape of Good Hope.
കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കൻ കോസ്റ്റിലേക്ക്, ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിലേക്ക് 1498 വാസ്കോഡ ഗാമ എത്തുന്നു. അവിടെ നിന്നോ വാസ്കോഡ ഗാമ? ആ വാസ്കോഡ ഗാമ ആഫ്രിക്ക വഴി 1498 നമ്മള് വാസ്കോഡ ഗാമയുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് പോർച്ചുഗീസിൽ. എന്ന് മുതൽ 1450 മുതൽ 1450 മുതൽ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആരുടെ കൂടെയാണ്? വാസ്കോഡ ഗാമയുടെ കൂടെ. എന്ന് 1498 കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്ന് വാസ്കോഡ ഗാമ ആഫ്രിക്ക വഴി എവിടെ എത്തി? നമ്മുടെ സ്വന്തം കേരളത്തിലെ, ഇന്ത്യയിലെവിടെ? കേരളത്തിലെ കാപ്പാട് വന്നിറങ്ങി. എവിടെ വന്നിറങ്ങി? കാപ്പാട്. എന്തായിട്ട് ഇവിടെ എത്തി? കാപ്പാട് എത്തി. എന്ന് 1498 കാപ്പാട് വന്നു. കാപ്പാട് റീച്ച്ഡ്. മിസ്സിന് പറയാൻ പോകുന്നത് സ്പെയിനിന്റെ നാവിഗേഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. സ്പെയിനിന്റെ ഒരു പ്രത്യേകതയാണ് ലോങ് കോസ്റ്റ് ആൻഡ് സീഫാറിംഗ് ഹെറിറ്റേജ്. അവർക്ക് ഈ പോർച്ചുഗലിനെ പോലെ തന്നെ ഒരു സീയുടെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടായതുകൊണ്ട് തന്നെ സീഫാറിംഗ് അവർക്ക് വോയേജ് ഇത്തിരി കൂടി എളുപ്പമാക്കാനായിട്ട് സാധിച്ചു. ജസ്റ്റ് അവരുടെ ഒരു വോയേജിന് അവർക്ക് കാരണമായ മറ്റൊരു ഘടകം എന്ന് ചെയ്യാം, അവർ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിങ് ഫെർണാണ്ടിൽ നിന്നും ഇസബെല്ലയുടെ കയ്യിൽ നിന്നും റിസീവ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു റൂളേഴ്സിന്റെ കയ്യിൽ നമ്മൾ പറഞ്ഞു, ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ നടക്കുമ്പം റൂളേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവർക്ക് കിട്ടിയത്, സ്പെയിനിന് കിട്ടിയത് കിങ് ഫെർണാണ്ടോ എന്നും ഇസബെല്ലയുടെ എന്നും ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയപ്പോൾ കൂടുതൽ അവർ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 1492 ക്രിസ്റ്റഫർ കൊളംബസ്, we know it is famous name, an Italian navigator reached the Bahamas Island located in the southeastern region of North America. നോർത്ത് അമേരിക്കയുടെ സൗത്ത് ഈസ്റ്റേൺ റീജിയനായ ബഹമസ് എന്ന് പറയുന്ന ഐലൻഡില് എന്നെത്തി? 1492 അവരെത്തി. അപ്പം അങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസ് അവിടെ എത്തിയപ്പോൾ ഒരു പുതിയൊരു റീജിയൻ കണ്ടു. അപ്പൊ ആ റീജിയനില് പുതിയൊരു റീജിയൻ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായും നമുക്കാണെങ്കിൽ ആ റീജിയൻ അറിഞ്ഞൂടാങ്കിൽ നമ്മളൊരു പുതിയ ഏരിയ ആയിട്ട് കണക്കുക, ന്യൂ ഏരിയ, ന്യൂ വേൾഡ്. അപ്പം ഇവരെന്ത് നെയിം ഇട്ടു? ഡിസ്കവറി ഓഫ് അൺനോൺ കോണ്ടിനെന്റ് ഫോർ യൂറോപ്യൻസ്. അൺനോൺ ആ ഒരു റീജിയൻ, ആ ഒരു കോണ്ടിനെന്റ് യൂറോപ്പിനെ സംബന്ധിച്ച് അൺനോൺ ആയതുകൊണ്ട് തന്നെ അവരതിനെ ന്യൂ വേൾഡ് എന്ന് വിളിച്ചു. ഇന്നത്തെ അമേരിക്കയെ അന്ന് അവർ വിളിച്ചത് ന്യൂ വേൾഡ് എന്നാണ്. എങ്ങനെയാണ് സംബോധന ചെയ്തത്? ന്യൂ വേൾഡ്. കാരണം അവരെ സംബന്ധിച്ച് അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പം ആദ്യമായിരുന്നു ആ കോണ്ടിനെന്റ് കണ്ട്. അതുകൊണ്ടാണ് ന്യൂ വേൾഡ്. നമ്മൾ ന്യൂ റീജിയനിലെത്തി അല്ലെങ്കിൽ പുതിയൊരു ഏരിയയിലെത്തി എന്ന് പറയുന്ന പോലെ തന്നെ അവരൊരു വേൾഡായിട്ട് അതിനെ കണക്കാക്കി. പിന്നീട് നാവിഗേഷനിൽ കൂടുതൽ സഹായകരമായ ഒരു കിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, പ്രിൻസ് ഹെൻറിയെ പറ്റി. എൻകറേജ് മെരിറ്റൈം എക്സ്പ്ലോറേഷൻ, അത് കടൽ കാര്യങ്ങളൊക്കെ, കടലിൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അതിനെപ്പറ്റി കൂടുതൽ അവർക്ക് സപ്പോർട്ട് നൽകി. 1490 he established a navigation school in Sargas. എവിടെയാണ്? 1419 ഒരു സ്കൂള്. അത് വലിയൊരു ഇതാണ്. കാരണം സെയിലിനെ പറ്റി, ഷിപ്പിംഗ്, ആ ഒരു വോയേജ് സിസ്റ്റം, ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ കൂടുതൽ എക്സ്പ്ലോർ ആവാൻ വേണ്ടി, കൂടുതൽ എൻകറേജിന് വേണ്ടി പ്രിൻസ് ഹെൻറി ആണെങ്കിൽ 1419 ഒരു സ്കൂള് പോർച്ചുഗലിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. നാവിഗേഷൻ ട്രെയിനിങ് സെയിലേഴ്സ് ഇൻ ദ സ്കിൽസ് ഓഫ് സീ വോയേജസ് ആൻഡ് കാർട്ടോഗ്രഫി മിസ് തന്നെ പറഞ്ഞു. മാപ്പുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഒരു മാപ്പുകളുടെ ഒരു പ്രോസസ്സിങ്, ഇൻഫർമേഷൻ ഗാദറിങ്, അതാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സീയെ പറ്റി കൂടുതൽ സ്കില്ല് കിട്ടാൻ, സെയിലേഴ്സിനെ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്കൂളായിട്ട് തന്നെ, നാവിഗേഷൻ സ്കൂളായിട്ട് തന്നെ പ്രിൻസ് ഹെൻറി ഒരു സ്കൂൾ നിർമ്മിച്ചു. ഇനി നമ്മൾ പറഞ്ഞു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ വേൾഡ്, യൂറോപ്യൻസിന് അൺനോൺ ആയിരുന്ന ഒരു കോണ്ടിനെന്റിനെ അവർ ന്യൂ വേൾഡ് എന്ന് വിളിച്ചു. ഇന്ന് അമേരിക്ക എന്ന് നമ്മൾ പറയുന്ന ആ നാടിനെയായിരുന്നു അന്ന് അവർ ന്യൂ വേൾഡ് എന്ന് വിളിച്ചത്. അപ്പൊ ആ അമേരിക്ക എന്ന പേരിലേക്ക് അവരെങ്ങനെ എത്തി എന്നാണ് മിസ്സിന് പറയാൻ പോകുന്നത്. അമേരിക്ക കമ്മിങ് ടു ബി, അമേരിക്ക അങ്ങനെ എത്തുന്നു, അങ്ങനെ അമേരിക്ക എത്താൻ പോകുന്നു. അമേരിക്ക, ക്രിസ്റ്റഫർ കൊളംബസ് 1492
ഏത് ഐലൻഡിൽ എത്തിയെന്ന മിസ് പറഞ്ഞേ? യെസ്, ബഹമാസ് ഐലൻഡ് നിയർ നോർത്ത് അമേരിക്കൻ. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി വിചാരിച്ചത്, കണ്ടപ്പോൾ തോന്നിയത് ഇത് ഇന്ത്യ ആയിരിക്കും എന്നാ. ഇന്ത്യ എന്നാണ് അദ്ദേഹം അസ്യൂം ചെയ്തത്. ഇന്ത്യ ആയിരിക്കും, ഇന്ത്യ വരെ എത്തി എന്നാണ് അസ്യൂം ചെയ്തത്. ബഹമാസിൽ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നി? ഇത് ഇന്ത്യ ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യാത്ര അവിടെ നിന്നു. എന്നാൽ മറ്റൊരു എക്സ്പ്ലോററായ ഇറ്റാലിയൻ എക്സ്പ്ലോററായ അമേരിക്കോ വെസ്പുച്ചി ആ ഒരു ഏരിയ വരെ എത്തിയിട്ട് അദ്ദേഹം എന്താണ് വിളിച്ചത്? ന്യൂ വേൾഡ് എന്ന്. അപ്പൊ ആരാണ് ന്യൂ വേൾഡ് എന്ന് പണ്ട് അമേരിക്കയെ വിളിച്ചിരുന്നത്? അമേരിക്കോ വെസ്പുച്ചി എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഈ പ്രദേശത്തിലെത്തി. പിന്നീട് ആ ഒരു അമേരിക്ക ഇപ്പോൾ ന്യൂ വേൾഡ് എന്നൊരു നെയിമിലാണ് അറിയപ്പെടുന്നത്. ഇനി അമേരിക്കയിലേക്ക് എത്തുകയാണ്. ആരായിരുന്നു ന്യൂ വേൾഡ് എന്ന് പറഞ്ഞേ? അമേരിക്കോ വെസ്പുച്ചിയാണ്. വെസ്പുച്ചി ന്യൂ വേൾഡ് എന്ന് വിളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1507 എത്രയാണ്? 1507 ജർമ്മൻ കാർട്ടോഗ്രാഫറായ മാർട്ടിൻ വെൽഡിമുള്ളർ. എന്താണ്? മാർട്ടിൻ വെൽഡിമുള്ളർ എന്നാണ് അദ്ദേഹം എത്തിയത്? 1507 അദ്ദേഹം ഈ റീജിയനിലെത്തി. അദ്ദേഹം അതിനെ അമേരിക്കോ വെസ്പുച്ചിയുടെ ഒരു ഓണറിൻ പ്രകാരം ബഹുമാന സൂചകമായി ആ ഒരു ന്യൂ വേൾഡ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന കോണ്ടിനെന്റ് അമേരിക്ക എന്ന് നെയിം ചെയ്തു. അപ്പൊ എങ്ങനെയാണ് അമേരിക്ക എന്ന് നെയിം വന്നത്? നമ്മൾ ആദ്യം കണ്ടു, കൊളംബസ് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് അമേരിക്കാനോ വെസ്പുച്ചി എത്തുന്നു. വെസ്പുച്ചി എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീടാണ് 1507 മാർട്ടിൻ എത്തുന്നത്. മാർട്ടിൻ ചേട്ടൻ എന്ത് വിളിച്ചു? അവിടെ അമേരിക്ക എന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെയാണ് അമേരിക്ക എന്നൊരു നെയിം അവിടെ എത്തിയത്. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഉള്ളൊരു ടേബിളാണ്. അതിനകത്ത് എന്താണ്? പല എക്സ്പ്ലോറേഴ്സിൻ്റെയും അവരെവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു എന്നൊരു ഏരിയയെ പറ്റി പറയുന്നുണ്ട്. എക്സ്പ്ലോറേഴ്സിനെ പറയുന്നത് പെഡ്രോ അൽവാരിസ് കഡ്ബർ ബ്രസീലിൽ പോയിരിക്കുന്നു. ഫെർണാണ്ട് മഗ്ലിയൻ ഫസ്റ്റ് കർമിനേറ്റ് ദ ഗ്ലോബ് ത്രൂ ദ ഓഷ്യൻ. ജോൺ കാബ്നോട്ട് ന്യൂ ഫൗണ്ട് വേൾഡിലും എത്തി. നിങ്ങൾ ടേബിൾ ഒന്ന് ടെസ്റ്റിൽ എത്തിലൂടി ശ്രദ്ധിക്കാം. ഇനി മിസ് പറയാൻ പോകുന്നത്, മിസ് ആദ്യം തൊട്ട് പറയുന്നുണ്ട്, ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നു, പല നാടുകളിൽ വരുന്നു. അത് വന്നതിൻ്റെ കാരണങ്ങൾ നോക്കി. പിന്നീട് നമ്മൾ എങ്ങനെയാണ് അമേരിക്കയൊക്കെ കണ്ടെത്തുന്നത്? കാരണം നമുക്ക് ഇന്ത്യയിലിങ്ങനെ എത്തണം, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സീ വഴി പല രാജ്യങ്ങളിലൂടെ അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഓരോ നാടിനെ അവർ ഓരോ രീതിയിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ്, നമ്മളാണെങ്കിലും ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കും അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ്, അല്ലെ ഒരു ചില ഇൻഫ്ലുവൻസോ അല്ലെ തോട്ട്സിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളോ, അല്ലെ ചില തോട്ട്സ് നമ്മൾ ഇത്തിരി സ്ട്രോങ് ആവും. നമ്മൾ പറയും മഞ്ഞുരുകി എന്നൊക്കെ പറയുമ്പോൾ മഞ്ഞുരുകും, അല്ലെ മഞ്ഞ് മഴയായിട്ട് പെയ്യോ, ഇങ്ങനൊന്നും ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് നമ്മൾ കണ്ട് വിശ്വാസമില്ലാതെ. എന്നാൽ നമ്മളൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോയി, ഒരു സ്കോട്ട്ലൻഡിലോട്ടൊക്കെ പോയി കഴിയുമ്പം നമ്മൾ പിന്നീട് മഞ്ഞ് വീഴുന്നതൊക്കെ കാണും. അപ്പം നമുക്ക് മഞ്ഞ് വീഴുന്നത് ഇറ്റ്സ് റിയൽ തിങ്. അപ്പം അങ്ങനെ ചില ചെറിയ അസ്യൂംസ് നമ്മുടെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ റിയൽ തോട്ടായിട്ട്, സ്ട്രോങ് ഒരു തോട്ടായിട്ട് തന്നെ നമുക്ക് മാറും. അപ്പം ഇങ്ങനെ ചില കോൺസിക്വൻസ് നമ്മുടെ ലൈഫിലും ഒരു ജോഗ്രഫിക്കൽ ഒരു യാത്ര നടത്തുമ്പോൾ നമുക്കുണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു യാത്ര ചെയ്തപ്പോൾ പല ജോഗ്രഫിക്കൽ ഇൻഫ്ലുവൻസും കോൺസിക്വൻസും ഉണ്ടായിരുന്നു. ഫസ്റ്റ് മീൻസ് അറ്റ്ലാന്റിക് കോസ്റ്റ് merged as a most important trade route connecting Europe with the Americas, Asia and Africa. This shift led to a decline in Mediterranean trade and the rise of Atlantic trade. Atlantic coast എന്തിൻ്റെ ഒരു ഇതായി എല്ലാവരെയും കണക്ട് ചെയ്യുന്നൊരു ആരെയൊക്കെ ഏതൊക്കെ കോണ്ടിനെന്റിനുള്ള അമേരിക്കയെ ചെയ്യുന്നു, ഏഷ്യ ചെയ്യുന്നു, ആഫ്രിക്ക ഈ 3 കോണ്ടിനെന്റുകളെയും കണക്ട് ചെയ്തുകൊണ്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ കോസ്റ്റ് വഴിയാണ് കൂടുതലും ട്രേഡ് നടത്തി. അങ്ങനെ വന്നപ്പോൾ നേരത്തെ മെഡിറ്ററേനിയൻ റീജിയനിൽ ആ ഒരു ട്രേഡ് നടത്തിയിരുന്ന ഇൻഫ്ലുവൻസ് കുറഞ്ഞു വന്നു.
അവർ കൂടുതൽ യൂസ് ചെയ്ത അറ്റ്ലാന്റിക് ട്രേഡ് ആയിരുന്നു. പണ്ട് മെഡിറ്ററേനിയൻ ആയിരുന്നു, അന്നായിരുന്നു ഒരു വാണിജ്യത്തിന്റെ ഒരു ഹബ്ബായിട്ട് തന്നെയായിരുന്നു അത് കണക്കാക്കിയിരുന്ന ആ ഒരു ഏരിയ. എന്ന് പിന്നീട് ആ ഒരു സീ റൂട്ട് ട്രേഡൊക്കെ മാറി, റൂട്ടുകളൊക്കെ മാറി ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് അറ്റ്ലാന്റിക് ട്രേഡിനെ അറ്റ്ലാന്റിക് കോസ്റ്റായി കൂടുതൽ ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺസിക്വൻസസ്, ലാർജ് പാർട്സ് ഓഫ് ദി അമേരിക്കാസ്, ആഫ്രിക്ക ആൻഡ് ഏഷ്യ കെയിം അണ്ടർ ഇൻവേഷൻ ആൻഡ് കോളനൈസേഷൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഈ കോളനൈസേഷൻ എങ്ങനെ എത്തി എന്നൊരു നമ്മൾക്ക് എല്ലാവരും നമ്മൾ കേട്ടിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, സ്പെയിൻകാർ വന്നു, ഇന്ത്യയിൽ ഇങ്ങനെ വന്നെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അവർ നാവിഗേഷൻ ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ഓരോ നാടുകളിലും അവരുടേതായ ആധിപത്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കോളനിയായി മാറി. അപ്പൊ ഇൻവേഷൻ ആൻഡ് കോളനൈസേഷൻ, അതായത് ആ നാട്ടിൽ ഏത് നാട്ടിലാണോ അവർ ചെന്നത് ആ നാടിൻ്റെതായ കുറെ കൾച്ചറും അവരുടേതായ കുറെ ട്രഡീഷണൽ പ്രോഡക്ട്സ് അല്ലെ സിസ്റ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരത് ഇൻവേഡ് ചെയ്ത് അവരത് പറിച്ചെടുത്തുകൊണ്ട് പോയി അവരുടെ നാട്ടിൽ അത് ഹൈ പ്രോഫിറ്റിലേക്ക് അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ അവിടുത്തെ നാടുകളിലെ കോളനൈസേഷൻ, നാടിന്റെ പവർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ വരെ ഈ ഒരു ഇൻവേഡ് ചെയ്ത് വരുന്ന ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾ കൂടുതൽ എടുക്കാനായിട്ട് തുടങ്ങി. ലാർജ് പാർട്സ് ഓഫ് ദി, എവിടെയൊക്കെ? അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും. ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞു റൂട്ട് നടത്തുന്ന ഈ ഒരു ഇതാണ് അമേരിക്കയും ഏഷ്യ ആഫ്രിക്കയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കോളനിയും, അതായത് അവർ യാത്ര ചെയ്യുന്നിടയ്ക്ക് അവർക്ക് ഒരു റെസ്റ്റിംഗ് പൊസിഷൻ ആയിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം അവർ കൂടുതൽ റെസ്റ്റ് ചെയ്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പവറും ആളുകളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് പതുക്കെ ഫുൾ പവർ അവരെടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ വരുമ്പോൾ തന്നെ അവർക്ക് ഈ ഒരു നേറ്റീവ് ആളുകൾക്ക് അവരുടേതായ ഒരു സിസ്റ്റം, ഒരു കൾച്ചർ ചിലപ്പോൾ നഷ്ടപ്പെടും. അങ്ങനെ ഒരു കോളനിവൽക്കരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തേർഡ് റീസൺ ഈസ് efforts were made by Europeans to monopolize the trade of pepper and other spices from Asia. Yes, we know that ഏഷ്യയുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് സ്പൈസസിനോടുള്ളൊരു ഇഷ്ടം. ആ ഒരു സ്പൈസസ് അവരെപ്പോഴും അവരൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടോ അവരുടെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടോ ഈ ഒരു സ്പൈസസിനെ കണക്കാക്കിയിരുന്നു. ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന, അതായത് കൂടുതൽ എക്സ്പ്ലോറേഷന് വേണ്ടി വന്ന യൂറോപ്യൻസ് എന്ത് ചെയ്തു? ഈ പെപ്പർ പോലെയുള്ള സ്പൈസസ് എന്ത് ചെയ്തു? സ്പൈസസ് അവർക്കിടയിൽ അവരത് കൂടുതൽ വാങ്ങുകയും വിൽക്കാനും എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരതിനിടയിൽ ഒരു ട്രേഡ് നടത്താൻ, പർച്ചേസ് ആൻഡ് സോൾഡിങ് സിസ്റ്റം അവരിൽ എത്തിയപ്പോഴത്തേന് എന്തുണ്ടായി? അവരതിലൊരു മൊണോപ്പൊളി, ഏകാധിപത്യം സ്വീകരിക്കാൻ തുടങ്ങി. നമുക്കാണെങ്കിൽ പോലും നമ്മളൊരു ഏരിയയിൽ ചെല്ലുന്നു, അവിടെ ആരുമില്ല, നമ്മളാണ് വാങ്ങുകയും വിൽക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മളൊരു ഏകാധിപത്യമായി മാറും. മേ ബി അതിൻ്റെ ബാഡ് ഇഫക്റ്റ് പലപ്പോഴും ഉണ്ടാകുന്ന അവിടെ ആ ഏരിയയിൽ താമസിക്കുന്ന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നവർക്ക്. അതേപോലെ തന്നെ യൂറോപ്യൻസും അവരുടെ മൊണോപ്പൊളി ആ ഒരു ട്രേഡിൽ, എസ്പെഷ്യലി ഫോക്കസ് ഓൺ പെപ്പേഴ്സ് ആൻഡ് സ്പൈസസിൽ ട്രേഡ് നടത്തുന്നത്, ഈ ഒരു പ്രോഡക്ട്സിൽ അവർ മൊണോപ്പൊളിയായി, അവരുടെ ഒരു അധീനതയിലായി. മറ്റു ലോക്കൽ പീപ്പിൾസിന് ആ ഒരു പവർ കൊടുക്കാതെ ഇവർ തന്നെ സെല്ല് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് റീസൺ ഈസ് gold and silver were transported in large quantities from South America to Europe, with a portion of this wealth eventually reaching India. എന്താണ്? സൗത്ത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് എന്തൊക്കെ കടക്കാൻ തുടങ്ങി? എന്തൊക്കെയാണ്? ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡും സിൽവറും ഗോൾഡ് ആൻഡ് സിൽവർ അവർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ആ വെൽത്ത് കൂടുതലും റീച്ച് ചെയ്ത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ പല ഭാഷകളിലാണ് ഈ ഒരു പ്രോഡക്റ്റ് എത്തിയിരുന്നത്. അവർ പല കോണ്ടിനെന്റ്സിൽ നിന്നും, എസ്പെഷ്യലി സൗത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഗോൾഡൊക്കെ അവർ ഇന്ത്യയിലേക്കാണ് കൂടുതലും ആ ഒരു ഇവഞ്ച്വലി ഗോൾഡ് എത്തിയത്. അപ്പോൾ ഒരു നാടിൻ്റെ ഗോൾഡിൽ അല്ലെ അവരുടെ ഒരു എക്സ്പോർട്ടിങ്ങിനെയാണ് പിന്നീട് അത് ഇഫക്റ്റ് ആവാൻ പോകുന്നത്. അപ്പം അതും എൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. നെക്സ്റ്റ് കോൺസിക്വൻസ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് ദി ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം കണക്റ്റിംഗ് യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്കാസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അറ്റ്ലാന്റിക് ട്രേഡ് നടക്കുന്നു, അറ്റ്ലാന്റിക് ഓഷ്യൻ വഴി ഒരു ട്രേഡ് പോകുന്നുണ്ട്. ആ ട്രേഡ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു?
ആരൊക്കെ കണക്ട് ചെയ്തായിരുന്നു? അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക ആയിരുന്നു അത് കണക്ട് ചെയ്തിരുന്നത്. ഇതെന്താണ് വന്നിട്ട് അങ്ങനെ യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക കണക്ട് ആയപ്പോൾ ഒരു ട്രയാങ്കുലർ ട്രേഡ് ഉണ്ടായി. ഇതാണ് ഈ ഏരിയ. അമേരിക്ക വരുന്നുണ്ട്, യൂറോപ്പ് വരുന്നുണ്ട്, ആഫ്രിക്ക വരുന്നു. അപ്പൊ ഒരു ട്രയാങ്കിൾ രീതിയിൽ ഇങ്ങനെ ട്രേഡ് പോയിക്കൊണ്ടേ ഇരുന്നു. ആ ഒരു ട്രയാങ്കിൾ റൂട്ട് ഉണ്ട്. ഈ ഒരു ട്രയാങ്കുലർ റൂട്ട് വഴി കൂടുതലും അവര് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പെപ്പറും ഈ സ്പൈസസ് ഉള്ള സാധനങ്ങൾ, സ്പൈസസ്, പെപ്പർ ഓർ സ്പൈസസ് ആയിരുന്നു. അതേപോലെ തന്നെ അവർ ഈ ട്രയാങ്കുലർ ഏരിയാസിൽ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ആഫ്രിക്കയിൽ നിന്ന് അവര് സ്ലേവ്സിനെ ആയിരുന്നു എക്സ്പോർട്ട് ചെയ്തിരുന്നത്. ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സിന് ആയിരുന്നു അവർ കൂടുതലും ട്രേഡ് അല്ലെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. ട്രേഡിന് വേണ്ടിയിരുന്ന അവർ യൂസ് ചെയ്തിരുന്നത് സ്ലേവ് സിസ്റ്റം ആയിരുന്നു. ആളുകളെ എൻസ്ലേവ്ഡ് ആക്കിയായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആഫ്രിക്ക ഒരു പോയിന്റായി മാറിയിരുന്നത്. ഇനി അമേരിക്ക വരുമ്പോഴാണ് ഏഷ്യ വന്നപ്പോഴത്തേക്കിന് എന്ത് വന്നു? അവിടെ സ്പൈസസും കോട്ടൺസ് ഒക്കെ കൂടുതൽ അവർ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോഴത്തേന് അതൊരു ട്രയാങ്കുലർ രീതിയിൽ ട്രേഡ് നടത്തണം. യൂറോപ്പിലേക്കെല്ലാം വരണ്ടേ, അമേരിക്കയിൽ നിന്നായാലും ആഫ്രിക്കയിൽ നിന്നായാലും. അപ്പൊ പ്രോഡക്റ്റിനും വേണ്ടി അവർ അമേരിക്കയും ചൂസ് ചെയ്തു. അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ആളുകളിന് വേണ്ടി ആഫ്രിക്കയും ചൂസ് ചെയ്തു. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ മോഡായി അവരുടെ ഒരു ട്രേഡ് റൂട്ട് ആ ഒരു രീതിയിലേക്ക് മാറാൻ തുടങ്ങി. നെക്സ്റ്റ് കോൺസിക്വൻസ് ഈസ് influx of gold and silver into Europe increased the use of currency, accelerating monetization. എന്താണ്? ഗോൾഡും സിൽവറിലുമാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്തപ്പോൾ യൂറോപ്പിലേക്ക് സ്വാഭാവികമായും കറൻസിയൊക്കെ കൂടുതലും വന്നു തുടങ്ങി. അവർക്ക് എന്ത് വന്നു തുടങ്ങി? ഗോൾഡും സിൽവറും ഒക്കെ വന്നപ്പോഴേ അവരുടെ കറൻസിയൊക്കെ അതിൻ്റെ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടും. അപ്പോൾ മോണിറ്റൈസേഷൻ അവർക്ക് കൂടുതൽ വന്നുകൊണ്ടിരുന്നു. സാമ്പത്തികമായി അവർ ഇത്തിരി ഹൈ ലെവലിലേക്ക് എത്താൻ തുടങ്ങി മറ്റ് കോണ്ടിനെന്റിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം അവർ മറ്റ് കോണ്ടിനെന്റിലെ പ്രോഡക്ട്സ് ആയാലും പീപ്പിളിനെ ആയാലും യൂസ് ചെയ്ത് അവരുടേതായ ഒരു സിസ്റ്റം ഒരു ഹൈ ലെവലിലേക്ക് എത്തി. അപ്പോൾ തീർച്ചയായും അവരൊരു റിച്ച് കോണ്ടിനെന്റ് ആവാനുള്ള കോൺസിക്വൻസ് കൂടുതലാണ്. ഒന്നുകൂടെ ഈ കോൺസിക്വൻസ് പറയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ട്രേഡ് ഈ റൂട്ടിൽ ചേഞ്ചസ് വന്നു. ഫസ്റ്റ് മെഡിറ്ററേനിയൻ ട്രേഡ് ആയിരുന്നു, പിന്നീട് അറ്റ്ലാന്റിക് ട്രേഡിലേക്ക് മാറി. പിന്നീട് സെക്കൻഡ് കോൺസിക്വൻസ് ആണ് കോളനൈസേഷനും ഇൻവേഷനും ഉണ്ടായി. പിന്നീട് യൂറോപ്യൻസിന്റെ ഒരു മൊണോപ്പൊളിയാണ്, പെപ്പറിലായാലും സ്പൈസസിലായാലും ഒരു മൊണോപ്പൊളി അവർക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. പിന്നെ ഗോൾഡ് ആൻഡ് സിൽവറിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ലാർജ് ക്വാണ്ടിറ്റിയിൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും സാധിച്ചു. പിന്നീട് വന്നത് ഒരു ട്രയാങ്കുലർ ട്രേഡ് യൂണിറ്റ് യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്കയെ കണക്ട് ചെയ്ത് അവർക്കൊരു ട്രേഡ് റൂട്ട് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ ട്രേഡ് വഴി ഗോൾഡും സിൽവറും അവർ അക്യൂർ ചെയ്തതിനാൽ അവരുടെ ഒരു മോണിറ്ററി പവർ ഇൻക്രീസ് ആണ് ചെയ്ത്. ഇതായിരുന്നു മെയിനായിട്ട് അവർക്കുണ്ടായ കോൺസിക്വൻസ്. നമ്മളിങ്ങനെ ട്രാവൽ എത്ര ചെയ്താലും അത് അതിൻ്റെതായ ഒരു ലോ പോയിന്റിലേക്ക് എത്തുന്നൊരു ടൈമുണ്ട്. അത് തന്നെയായിരുന്നു ഡിമിനിഷിങ് എക്സ്പെക്ടേഷൻ. പിന്നീട് ഇപ്പോഴൊക്കെ ഈ എക്സ്പ്ലോറേഷൻ കൂടുതൽ ട്രാവൽ ചെയ്യുക എന്നൊരു സിസ്റ്റത്തിൽ നിന്ന് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ പ്രധാനമായും നമുക്കറിയാം അതിൻ്റെ ചില കോൺസിക്വൻസും ഉണ്ടാവുന്നു. Over the period of time, the dominance in trade of Portugal and Spain declined. നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം ആരാണ് പോയത്? പോർച്ചുഗലും സ്പെയിനും ആണ് ആദ്യം പോയത്. മിസ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നീട് ആരൊക്കെയായിരുന്നു പോയത്? നെതർലൻഡുകാർ പോയി, പിന്നീട് ഫ്രാൻസ് പോയി. അപ്പം ഈ ഒരു കൺട്രിയുടെ ഡൊമിനൻസ് പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് പതുക്കെ കുറഞ്ഞിട്ട് മറ്റ് കൺട്രീസോട് അവരോടൊപ്പം ട്രാവൽ ചെയ്യാൻ, അത് സീ റൂട്ടൊക്കെ കുറേയൊക്കെ ക്ലിയർ ആയി തുടങ്ങി. സ്ഥിരം റൂട്ടൊക്കെ തുടങ്ങിയപ്പം നമ്മളാണെങ്കിലും ആദ്യം റോഡൊന്നും ഇല്ലേ, ചിലപ്പോൾ നടന്നു പോയിരിക്കും. പിന്നെ റോഡൊക്കെ ടാർ ചെയ്ത് ചെറിയ രീതിയിൽ വൃത്തിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതുവഴിയായിരിക്കും വണ്ടി പോകുന്നത്. സെയിം ലൈക്ക് ദാറ്റ്.
അപ്പം ആദ്യം പോർച്ചുഗലും സ്പെയിനും പതുക്കെ വഴിയൊക്കെ വൃത്തിയാക്കി സീ റൂട്ടൊക്കെ ക്ലിയർ ആക്കി അവർ സ്ഥിരം ട്രേഡൊക്കെ നടത്തി ഇത്തിരി പവറൊക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ ആളുകൾ അങ്ങോട്ടൊരു ട്രെൻഡിലേക്ക് പോയി. അങ്ങനെ പോയാണ് നെതർലൻഡും ഫ്രാൻസും അവർ കൂടുതൽ പോകാനായിട്ട് തുടങ്ങി. In the competition with these nations, France and England suppressed the Netherlands and established colonies Asia, Africa and America. അപ്പൊ ഈ ഒരു കോമ്പറ്റീഷൻ, ഇങ്ങനെ ആളുകൾ അവിടെ ആ വഴി ട്രാവൽ ചെയ്യാനുള്ള കൂടുതൽ അവർക്കൊരു താല്പര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കൂടുതൽ സ്ഥലങ്ങൾ, കൂടുതൽ കൺട്രീസ് വന്നു. അങ്ങനെ പിന്നീട് ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും സപ്രസ് ചെയ്തുകൊണ്ട് നെതർലൻഡ് ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും പുതിയ കോളനികൾ സ്ഥാപിച്ചു. അവരൊരു പുതിയ കോളനീസ് തന്നെ, ദാറ്റ് മീൻസ് ദേ ആർ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ഏരിയസിൽ അവരങ്ങ് സ്റ്റേഡ് ആയി തുടങ്ങി. അപ്പം എന്നും ട്രാവൽ ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ അവർക്ക് തോന്നിയത് ഒരു ഏരിയയിൽ നിന്നിട്ട് അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ കോളനിവൽക്കരിച്ചു. The American regions, once controlled by Spain and Portugal, came into known as Latin America. American regions, check that point. American regions, once controlled by Spain and Portugal. നമ്മൾ പറഞ്ഞു ആദ്യം പോയത് സ്പെയിനും പോർച്ചുഗലും ആണ്. ഈ ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ തന്നെ ആദ്യം നടത്തിയ പ്രമുഖരും. അവരെ കടത്തി വെട്ടിക്കൊണ്ടാണ് മറ്റ് നെതർലൻഡും ഫ്രാൻസും ഒക്കെ വരുന്നത്. അങ്ങനെ ഈ അമേരിക്കൻ റീജിയൻ, സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ റീജിയൻസിനാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അതിനെ ലാറ്റിൻ അമേരിക്ക എന്നാണ് പറയുന്നത്. അപ്പം സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും അധീനതയിലുള്ള അമേരിക്കൻ റീജിയനെ എന്താണ്? അമേരിക്കൻ റീജിയനെ ലാറ്റിൻ അമേരിക്ക എന്നാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക എന്നാണ് പറയുന്നത്. എന്നാൽ കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യും തോറും ഇവർക്കിടയിൽ ഒരു റൈവലറി ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ആസ് ദേ സോട്ട് ടു മാക്സിമൈസ് ദെയർ ഫിനാൻഷ്യൽ ഗെയിൻസ് ത്രൂ കോളനൈസേഷൻ. പറഞ്ഞു നെതർലൻഡും ഫ്രാൻസും ഒക്കെ കൂടുതലും കോളനിവൽക്കറിലേക്ക് ഫോക്കസ് ചെയ്തു. കാരണം ആ ഒരു നാട്ടിൽ നിന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് കൂടുതൽ ട്രാവൽ ചെയ്യണം, പകരം സ്റ്റേ ചെയ്തതിന് തന്നെ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവർക്കിടയിൽ ഒരു റൈവലറി, അതായത് ഒരു നാട്ടിൽ തന്നെ ഒരു ഏരിയയിൽ തന്നെ സപ്പോസ് ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സിനെ ആയിരുന്നു കൂടുതലും അവർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രേഡ് ചെയ്യുന്നപ്പോൾ ഇംഗ്ലണ്ടുകാർ വരുന്നു, നെതർലൻഡ് വരുന്നു, ഫ്രാൻസ് വരുന്നു. എല്ലാവരും ഈ ഒരു ട്രേഡിന് വേണ്ടി ആളുകളെ സ്ലേവിന് വേണ്ടി എടുക്കാൻ തുടങ്ങിയപ്പം അവിടെ ഒരു റൈവലറി സിസ്റ്റം, അവർക്കിടയിൽ ഒരു കോമ്പറ്റേറ്റീവ് പവർ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ, ഒരു നെഗറ്റീവ് മെന്റാലിറ്റിക്ക് വരും. കാരണം എനിക്ക് വേണം ഈ പീപ്പിൾ, അല്ലെങ്കിൽ നീ ഇത്ര പീപ്പിളെ എടുക്കരുത്, എനിക്കാണ് ഇത്ര ആള്, അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിലേക്ക് അവർ വന്നു തുടങ്ങി. ഇതെല്ലാം നമുക്ക് കോൺസിക്വൻസ് ആയിട്ട് തന്നെ പറയാം. ഇതിന്റെ അങ്ങനെ വന്നപ്പോഴത്തേക്കും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാതെ അവർ കൂടുതൽ ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്തു. കാരണം ഫോക്കസ് ഒരു ഏരിയയിൽ തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് ആ നാട്ടിൽ ഇത്തിരി കൂടി പവർ കിട്ടും. അവിടുത്തെ ആളുകൾ അവരെ ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നൊരു ചിന്താഗതി ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ അവർ യാത്രകൾ ചെയ്യാതെ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഡിമിനിഷ് ചെയ്യാൻ, ഈ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ ഡിമിനിഷ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഡിമിനിഷ് ചെയ്തതിന് പ്രധാന കാരണം നെതർലൻഡ്സും ഫ്രാൻസും ഒക്കെ വന്നു. പിന്നെ പോർച്ചുഗലിന്റെ സ്പെയിനിന്റെ ഒരു പവർ, അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലാതെ. പിന്നെ അതേപോലെ തന്നെ ഈ പല കൺട്രീസ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ആ ഒരു ഏരിയയിൽ റൈവലറി ചെയ്തു. കാരണം ഓരോരുത്തർക്കും അവരുടേതായ പ്രോഫിറ്റ് വേണം. അപ്പോൾ അതിൻ്റെതായ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് വന്നപ്പോഴത്തേക്കിന് ഒരു എക്സ്പ്ലോറേഷൻ ലെവലിൽ നിന്ന് ആ ഒരു കോളനിവൽക്കാലം അവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്നൊരു ലൈഫ് സിസ്റ്റത്തിലേക്ക് അങ്ങനെ ഒരു ട്രേഡിനെ കൺസ്യൂം ചെയ്യാം, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു തോന്നലിലേക്ക് അവർ വന്നു. അപ്പം മിസ് എന്ന് പറഞ്ഞത് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ എന്താണെന്ന് പറഞ്ഞു, എക്സ്പ്ലോറേഷൻ ഉണ്ടാകേണ്ട കാരണങ്ങൾ പറഞ്ഞു, കൂടുതൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണങ്ങൾ പറഞ്ഞു, ഫസ്റ്റ് എക്സ്പ്ലോറേഷൻ നടത്തിയവരാരൊക്കെയാണ്, പിന്നീട് അവരെ ഫോളോ അപ്പ് ചെയ്ത് ഏതൊക്കെ കൺട്രീസ് ആണ്, എങ്ങനെയാണ് അമേരിക്ക എന്നൊരു പേരിലേക്ക് വന്നത്, ആ കോണ്ടിനെന്റ് എങ്ങനെയാണ് വന്നത്, അതേപോലെ ലാറ്റിൻ അമേരിക്ക എന്താണ്, എങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ ലാറ്റിൻ അമേരിക്ക എന്ന പേര് പറയുന്നത്. പിന്നീട് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷന്റെ കോൺസിക്വൻസ് മിസ് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നീട് ഈ ഒരു ജോഗ്രഫിക്കൽ അതായത് ട്രാവലിങ്സ് എങ്ങനെ ഡിമിനിഷിങ് റേറ്റിലേക്ക് വന്നു, അതിൻ്റെ ഒരു ട്രാവലിംഗ് സിസ്റ്റം അല്ലാതെ സ്റ്റേയിങ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ വന്നു, അതിൻ്റെ എല്ലാം മിസ് എന്ന് പറഞ്ഞു. മിസ് പറഞ്ഞത് ഫോർത്ത് ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു പോർഷനാണ് തുടങ്ങിയത്. ഇനി വരുന്ന സെക്ഷൻസും ഉണ്ടാവും. വരുന്ന സെക്ഷൻസ് എന്ത് തന്നെയാലും സിമ്പിളാണ്, എന്നാൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ചെറിയ കാര്യങ്ങളാണ്, 1-2 കാര്യങ്ങളേ ഉള്ളൂ. ചില കൺട്രീസിന്റെ പേരും എക്സ്പ്ലോറേഷനും
കൊളംബസ്, വാസ്കോഡ ഗാമ, ഇങ്ങനെ ചെറിയ നമ്മൾ എന്നും കേൾക്കുന്നവരാണ്. എന്നാൽ ഇത്തിരി കൂടി ഫോക്കസ് ചെയ്ത് അവരുടെ ഫുൾ നെയിം ഒക്കെ നോക്കി നമുക്ക് ഇത്തിരി കൂടി ഈ ചാപ്റ്റർ ഇനി വരുന്ന സെക്ഷൻസും മിസ് കൂടെ ഉണ്ടാവും. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാവും. ബൈ.